അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യം തന്നെ നമുക്ക് ഫാത്തിഹ ആയിട്ട് തുടങ്ങാം. സുമയ്യ. ഓക്കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി റബ്ബി സിദ്നാ ഇൽമൻ നാഫിയ. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വഅൻത തജൽ ഹസ്ന ഇദാ ശിഅത സഹല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായി ഇന്നിവിടെ ഇങ്ങനെ ഒരിക്കൽ കൂടി ഒരുമിച്ച് കൂടാൻ നമ്മെ അനുഗ്രഹിച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് ഹംദ് അർപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന് നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് സ്റ്റുഡൻസ് ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കർ കോഴ്സ് എന്ന മനോഹരമായ ഒരു യാത്രയുടെ തുടക്കത്തിനാണ്. ദിസ് കോഴ്സ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് സ്പീക്കിംഗ്. ഇത് നമ്മുടെ പെൺകുട്ടികൾക്ക് ഇസ്ലാമിക മൂല്യങ്ങളോടും ആത്മവിശ്വാസത്തോടും കൂടി സുഗമമായി സംസാരിക്കാൻ, ഹൃദയങ്ങളെ സ്പർശിക്കാൻ സഹായിക്കുന്ന ഒരു അവസരമാണ്. Every girl has a beautiful voice. Not just the sound, but the voice of faith, kindness, and influence. ഇതൊരു സാധാരണ കോഴ്സല്ല. നമ്മുടെ മനസ്സിനെയും സംസാര ശൈലിയെയും മാറ്റിമറിക്കുന്ന ഒരു യാത്രയാണ്. ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനും മറ്റുള്ളവരെ നല്ലതിലേക്ക് പ്രേരിപ്പിക്കാനും സമൂഹത്തിൽ ഒരു നല്ല സ്വാധീനം സൃഷ്ടിക്കുവാനുമുള്ള പഠനയാത്ര. സ്പീക്ക് ടു ഇൻസ്പയർ, ലിവ് ടു ഇൻഫ്ലുവൻസ്. അതാണ് ഈ കോഴ്സിന്റെ ലക്ഷ്യം. വാക്കുകൾ കൊണ്ട് പ്രചോദനം പകരാനും മനസ്സുകൾ സ്പർശിക്കാനും നന്മയിലേക്ക് വഴികൾ തുറക്കാനും. ഇത് സാധ്യമാക്കിയ നമ്മുടെ ഈ കോഴ്സിന്റെ സോൾ ഫൗണ്ടറും ചാരിറ്റി പ്രവർത്തകയും കൗൺസിലറും മുംതാസ് പാവങ്ങാട് എന്ന പേരിൽ അറിയപ്പെടുന്ന എഴുത്തുകാരിയുമായ നമ്മുടെ സ്വന്തം മുംതാസ്ത എന്ന മുംതാസ് മാമിനെ ഞാൻ ആദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. May Allah bless Mumtazda for her sincerity and hard work and make this course a source of khair and barakah for everyone. ശേഷം ഈ ഒരു അവസരം തന്ന് നമ്മുടെ മിഷ്കാത്ത് ഗ്രൂപ്പിലെ ഭാരവാഹികളായ പ്രിയപ്പെട്ട ഹസീന ടീച്ചർ, ആയിഷ മുഅല്ലിമ, റഷീദത്ത, നസീറത്ത, മുൻ ഇൻഫ്ലുവൻഷ്യൽ വിദ്യാർത്ഥികൾ, അപ്കമിംഗ് ഇൻഫ്ലുവൻഷ്യൽ വിദ്യാർത്ഥികളും ഇവിടെ നമ്മുടെ ഈ പരിപാടിയെ വൻ വിജയമാക്കാൻ ഒരുമിച്ച് കൂടിയ പ്രിയ സഹോദരിമാരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Let's begin the journey together to speak with confidence, influence and sincerity and live with purpose, inshallah. ഇനി കോഴ്സിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ സുഹൃത്തും ഇപ്പോഴത്തെ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കർ വിദ്യാർത്ഥിയായ സുമയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുമയ, the stage is yours. വലൈക്കും അസ്സലാം. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി റബ്ബി സിദ്നി ഇൽമാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Good afternoon, everyone. A warm welcome to all of you to this wonderful and inspiring moment, the launching ceremony of our students' influential speaking course. നമുക്കറിയാം, ഇന്ന് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഒരു പുതിയ തുടക്കത്തിന് സാക്ഷികളാവാൻ വേണ്ടിയിട്ടാണ്. സ്റ്റുഡൻസ് ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കിംഗ് കോഴ്സിന്റെ ഔദ്യോഗിക ലോഞ്ചിങ്. സ്പീക്കിംഗ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് വേർഡ്സ്, ഇറ്റ്സ് അബൌട്ട് ഇൻഫ്ലുവൻസ്. ഓരോ വാക്കിനും ഒരു ശക്തിയുണ്ട് അല്ലേ? അത് മറ്റുള്ളവരുടെ മനസ്സിന് മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കും.
അതുപോലെ തന്നെ ഒരു മികച്ച സ്പീക്കർ ആകുക എന്നത് വാക്കുകൾ കൊണ്ട് മാത്രം കഴിയുന്ന ഒന്നല്ല. ഹൃദയത്തിൽ നിന്നുള്ള ആത്മവിശ്വാസം കൂടി അതിന് അത്യാവശ്യമാണ്. ആ രൂപത്തിലുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി കുട്ടികളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ പ്രിയപ്പെട്ട മുംതാസ് മാം ഒരുക്കിയിട്ടുള്ള ഈ ഒരു ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കിംഗ് കോഴ്സ് തുടങ്ങിയിട്ട് ഇനി 7th ബാച്ചും കൂടി സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് മുംതാസ് മാമിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം കൂടി വന്നിട്ടുണ്ടായിരുന്നത്. എന്താണത്? നമ്മുടെ കുട്ടികളെ, പുതിയ തലമുറയിലെ കുട്ടികളെ കൂടി നമുക്ക് അവർക്കും കൂടി ഈ രൂപത്തിലുള്ള ഒരു ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കിംഗ് കോഴ്സ് നമുക്ക് അഡ്വാൻസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഈ ഒരു വിഷയത്തെ പറ്റി മുംതാസ് മാം പറഞ്ഞപ്പോ എനിക്ക് ആദ്യം തന്നെ എന്റെ മനസ്സിലേക്ക് വന്നത് എന്റെ കുട്ടിക്കാലമാണ്. ആ ഒരു പ്രായത്തില് സ്കൂൾ തലത്തിൽ എനിക്ക് എത്രയും ആഗ്രഹം ഉണ്ടായിട്ടും എന്റെ ഉള്ളിൽ അത്രയും ഇഷ്ടം ഉണ്ടായിട്ടും ഒരിക്കലും എന്റെ ഉള്ളിലെ ആ കഴിവിനെ പുറത്തേക്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് എനിക്കൊരു സപ്പോർട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓരോ പ്രോഗ്രാമും ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോഴും എന്റെ മനസ്സ് വല്ലാണ്ട് കൊതിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു പ്രോഗ്രാമിൽ, ഇതുപോലെയുള്ള പ്രോഗ്രാമുകളിൽ എനിക്ക് സംസാരിക്കണം, എനിക്ക് എന്നെ കൊണ്ടാവുന്നത് 2 വാക്ക് സംസാരിക്കണം. ആ രൂപത്തിൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾ ഇന്നും നമ്മുടെ തലമുറയിൽ ഉണ്ട് എന്നുള്ളത് ഒട്ടും സംശയമില്ല. കാരണം ഒരുപാട് മക്കളെ ഇന്നും ആ ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ട്. മുംതാസ് മാം ഈ ഒരു കാര്യം പറഞ്ഞപ്പോ എന്റെ ഹൃദയത്തിലേക്ക് വന്നത് അതാണ്. നമുക്കുണ്ടായ ആ ഒരു വിഷമം ഇനിയുള്ള മക്കളിൽ, ഇനി വരുന്ന തലമുറയിൽ അത്തരം പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് അവർക്കൊരു സപ്പോർട്ടായിട്ട് ഇങ്ങനെയുള്ള കോഴ്സുകൾ എന്ത് തന്നെ ആയാലും ഉപകാരപ്രദമാവും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അവരുടെ കോൺഫിഡൻസും അവരുടെ സ്പീക്കിംഗ് സ്കിൽസും അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക, സംസാരിക്കാനുള്ള മടിയും എല്ലാം മാറ്റിയെടുക്കാനായിട്ട് മുംതാസ് മാമിന്റെ ഈ കോഴ്സ് ഉപകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഈ ഒരു കോഴ്സിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മാറാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് എന്റെ ആഗ്രഹങ്ങൾ പുറത്തേക്ക് എടുക്കാൻ പറ്റിയത് മുംതാസ് മാമിന്റെ ഈ കോഴ്സിൽ എത്തിയതിനു ശേഷമാണ്. ഇതൊരിക്കലും നമുക്ക് ഒരു കുട്ടികൾക്ക്, ഇന്ന് നമുക്ക് സമൂഹത്തിൽ ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ്. ഒരു സ്പീക്കർ ആവാൻ വേണ്ടിയിട്ട് കോഴ്സുകൾ ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും ഒരുപാട് കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് നമുക്ക് വേറെ എവിടുന്നും കിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം നമുക്ക് ഇതൊരു ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കിംഗ് കോഴ്സ് മാത്രമല്ല, ഇതിലൂടെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കുട്ടികളെ ദീനീ രംഗത്തും അതല്ലാതെ മറ്റു രീതിയിലും ഭൗതികമായിട്ടും എങ്ങനെ നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിപ്പിക്കാം എന്നുള്ളതിനും, അതുകൂടാതെ അവരുടെ ഹെൽത്ത്, അതുപോലെ മെന്റലി ആൻഡ് കുടുംബത്തിൽ, ഫാമിലിയിൽ എങ്ങനെ നല്ല ഒരു ബെസ്റ്റ് ഇസ്ലാമിക് സ്റ്റുഡന്റ് ആയിട്ട് എങ്ങനെ ഒരു കുട്ടിയെ വാർത്തെടുക്കാം എന്നുള്ളതും കൂടി പറ്റും എന്നുള്ളത് നമ്മുടെ അനുഭവത്തിൽ നമ്മൾ തൃപ്തിപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് തീർച്ചയായും സാധിക്കും എന്നുള്ളതിൽ, നമ്മുടെ കുട്ടികളെ ഈ രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് മുംതാസ് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. കാരണം എന്റെ അനുഭവം അതുപോലെയുള്ള ഇനിയുള്ള കുട്ടികൾക്ക് ആ രൂപത്തിലുള്ള അനുഭവങ്ങൾ ഇല്ലാതിരിക്കാനും അവരെ ഒരു സപ്പോർട്ടായിട്ടും അവർക്ക് പ്രചോദനം നൽകാനും അവരെ അതിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കോഴ്സ് മുംതാസ് മാം ഒരുക്കിയത് കുട്ടികൾക്ക് ഏറ്റവും പ്രചോദനമാവും എന്നുള്ള കാര്യത്തിൽ ഇവിടെ പങ്കെടുത്തിട്ടുള്ള ഒരാളും സംശയിക്കേണ്ടതായിട്ടില്ല. കാരണം ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾ അത് കണ്ടു കഴിഞ്ഞു. ഓരോ മേഖലയും ലൈഫിന്റെ എല്ലാ ഏരിയയും ടച്ച് ചെയ്തിട്ടാണ് മുംതാസ് മാം ഈ കോഴ്സ് കൊണ്ടുപോകുന്നത്. മാത്രമല്ല നമുക്ക് പ്ലേസ്മെന്റും ട്രെയിനിങ്ങും എല്ലാം ഈ കോഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. വേറെ എവിടുന്നും നമുക്കത് കിട്ടൂല, ഒരിക്കലും കിട്ടൂല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. നമ്മളെ ജസ്റ്റ് ക്ലാസ് കഴിഞ്ഞ് നമ്മളെ പുറത്തേക്ക് വിടുന്നല്ലാതെ നമുക്കൊരു ട്രെയിനിങ്ങോ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരങ്ങളോ നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. പക്ഷെ ഇവിടെ നിരന്തരം നമുക്ക് അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ നമ്മളെ വരും തലമുറകളിലും മക്കൾക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കോഴ്സിനെ കുറിച്ച് ഞാൻ നീട്ടി വലിച്ചു പറയുന്നില്ല. കാരണം ഇതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള, ഇതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള നമ്മളെ മുംതാസ് മാമിനെക്കാളും ഇതിനെക്കുറിച്ച് പറയാൻ മറ്റാർക്കും സാധ്യമാവൂല. കാരണം അത്രയധികം മുംതാസ് മാമിന് നമുക്ക് പറഞ്ഞു തരാനും പഠിപ്പിച്ചു തരാനും ആയിട്ടുണ്ട്. അതുകൊണ്ട് മുംതാസ് മാമിനെ ഈ കോഴ്സിന്റെ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഞാൻ ഹൃദയപൂർവ്വം ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. വഹ്ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. സുമയ്യ, ഫാന്റാസ്റ്റിക്, ബ്യൂട്ടിഫുൾ. എന്താ പറയാ, ഇഴയുന്നതിന്റെ കുട്ടി പറക്കും എന്ന് പറഞ്ഞ പോലെ ഇത്രയും ഫോർവേഡ് ആയിരുന്നെന്ന് ഞാനും അറിഞ്ഞിരുന്നില്ല. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, ബാറക്കല്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഞാനൊരു നിമിത്തം മാത്രം അല്ലേ. എത്രയോ കഴിവുള്ള സഹോദരിമാർ ഇതിലുണ്ട്. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് കടക്കാം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. റബ്ബി സിദ്നി ഇൽമൻ നാഫിഅൻ വഅമലൻ മുതഖബ്ബല റിസ്കൻ ഹലാലൻ ത്വയ്യിബ ഖുലൂബൻ ഖാശിയ. അല്ലാഹുമ്മ ഹ്ദിനി വസബ്ബിത് ഖൽബി അലാ ദീനിക
പരമശക്തന്റെ അള്ളാഹുവിന്റെ തിരുമുൾ കാഴ്ച ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു കോഴ്സ് ഞാൻ പഠിച്ചു, അതിന്റെ അഡ്വാൻസ്ഡും ചെയ്തെങ്കിലും കൂടി ഒരു യാദൃശികമായി എന്നോണം ഞാൻ അന്ന് പിന്നെ കണ്ണൂർ വെച്ചുള്ള മീറ്റപ്പിൽ പറഞ്ഞിരുന്നു നമുക്ക് ഒരുപാട് കോഴ്സുകൾ ആരംഭിക്കാനുള്ള ഒരു ശേഷി, എന്താണെന്ന് വെച്ചാൽ അതിനുള്ള ഒരു പവർ തരണേ അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു. അതിന്റെ ഒരു ദുആയുടെ നേട്ടത്തിന്റെ മറുപടി എന്നോണം ഇതിന് തുടക്കം കുറിക്കാൻ സാധിച്ചു. ഏകദേശം 200ഓളം അടുത്ത് സ്റ്റുഡൻസ് ആ കഴിഞ്ഞ 4 ബാച്ചുകളിലായിട്ട് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. അവരൊക്കെ തന്നെയും മുൻനിരയിൽ നിർത്തിക്കൊണ്ട് എല്ലാ വീക്കിലും പ്രസംഗിച്ചിട്ട് ഇപ്പൊ വീക്കില് പ്രസംഗിക്കുന്നതിനേക്കാൾ ഏറെ സ്റ്റുഡൻസ് കൂടിയിരിക്കുകയാണ്. അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ റബ്ബ് സുബ്ഹാനഹുവ വക്കൽ നിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉണ്ടാവട്ടെ, ആമീൻ. അപ്പം അങ്ങനെ ഇത് ഇനി സ്റ്റുഡൻസിന്റെ തുടങ്ങാൻ കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് സ്റ്റുഡൻസിലേക്ക് ഇറങ്ങാൻ ഒരു മടിയായിരുന്നു. കാരണം അവരെന്ന് പറയുന്നത് ന്യൂജനാണ്. നമ്മളെ ഉമ്മമാരെന്ന് പറയുന്ന ആ വിഭാഗത്തിനെ തള്ള വൈബും തന്ത വൈബും ആയിട്ട് മാറ്റി നിർത്തുന്ന കുട്ടികളാണ്. ഈവൻ ഭയങ്കര ദീനീബോധമുള്ള മൊത്തട്ട് നടക്കുന്ന കുട്ടികൾക്ക് പോലും തന്തയും തള്ളയും വൈബ് തന്നെയായി മാറിയിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെ തിരിച്ചുകൊണ്ട് കടിഞ്ഞാണിട്ട് പിടിച്ച് കഴുത്തിന് കുടുക്കിട്ട് കൊണ്ടുവരാനൊന്നും വിചാരിച്ചാൽ സാധിക്കുന്നതേ അല്ല. അവരെ സ്നേഹത്തില് വളരെ എഫക്ഷണലി വളരെ വളരെ സൗഹാർദ്ദമായിട്ട് ഫ്രണ്ട്ലി അഭിനയിച്ചു വേണം. ഫ്രണ്ട് ആവാൻ നമുക്ക് പറ്റൂലല്ലോ, കുട്ടികളല്ല, പക്ഷെ നമ്മൾ ഫ്രണ്ട് ആവണം. ഫ്രണ്ടായിട്ട് അഭിനയിച്ചിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരണം. ആയതുകൊണ്ട് തന്നെ ഈ കോഴ്സ് തുടങ്ങാൻ മറ്റേ നമ്മുടെ ലേഡീസിന് തുടങ്ങിയ പോലെ അത്ര എളുപ്പമായിരുന്നില്ല. വെച്ചാൽ വളരെ ഒരു പ്രയാസം തോന്നി. എന്താണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാ പറഞ്ഞു കൊടുക്കുക, എനിക്കൊരു ഐഡിയാസ് ഉണ്ടായിരുന്നില്ല. ബട്ട് അതിന്റെ ഇടക്കാണ് ഞാൻ മറ്റേ ടീനേജിന്റെ ബുക്ക് പ്രസിദ്ധീകരിച്ചത്. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. ആ ബുക്ക് പ്രസിദ്ധീകരിച്ചപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി. മാത്രമല്ല ആ ബുക്കിന് തിരുവനന്തപുരം CT കോളേജിൽ നിന്ന് വരെ കുട്ടികൾ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ കുട്ടികൾക്ക് എന്തോ ഒന്ന് കിട്ടാനുണ്ട് എന്നുള്ളത്. ആ കോളേജിൽ നിന്ന് വരെ ആ ബുക്കിന് ആപ്ലിക്കേഷൻ കിട്ടി, കുട്ടികളെ എല്ലാ അഭിപ്രായം പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനം. അൽഹംദുലില്ലാ ഇതൊരു അപ്ലിക്കബിൾ തിയറി ആണെന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് തുടങ്ങാൻ പോകുന്ന കോഴ്സ് ഞാൻ മാത്രമല്ല ഇത് ചെയ്യുന്നത്, പിന്നെ വേറെ എക്സ്പെർട്ട് ടീച്ചേഴ്സിനെയും കൂടെ വെച്ചിട്ട് ചെയ്യിപ്പിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വബില്ലാഹി തൗഫീഖ്. അപ്പം നിങ്ങളെല്ലാം വിചാരിക്കുന്നുണ്ടാവും ലേഡീസിനൊക്കെ വാട്ട് ഫോർ സ്റ്റുഡൻസ് ബാച്ച്, എന്തിനാണ് സ്റ്റുഡൻസ് ബാച്ച് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ. സ്ത്രീകൾക്ക് മാത്രം പോരെ, ചിലർക്കെങ്കിലും സംശയം കാണും. പോരാ, ബിക്കോസ് ചിൽഡ്രൻസ് ആർ നമ്മുടെ കണ്ണിലെ കരടാണ്. സോറി അങ്ങനെ പറയാൻ പറ്റൂല, കണ്ണിലെ കൃഷ്ണമണിയാണ് അല്ലെ. ഫോർ ദ റീസൺ ദാറ്റ്, അതായത് എന്താണ് അതിന്റെ റീസൺ എന്ന് വെച്ചാൽ 2 കാര്യങ്ങളിലാണ് നമ്മളിപ്പോൾ ഒട്ടേറെ ഭയപ്പാടിലുള്ള. ഇപ്പൊ കറന്റ് സിറ്റുവേഷനിൽ നമ്മൾ 2 കാര്യങ്ങളെ കുറിച്ചാണ് ഓവർ ബോധേഡ് ആകുന്നത്, ഓവർ ടെൻസ്ഡ് ആവുന്നതും. ഒന്നെന്താന്ന് വെച്ചാൽ ആ വിഷമം ടെൻഷൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ ടീനേജ് കുട്ടികള് അവർക്ക് നാട്ടിലുള്ള കോളേജുകളോ സ്കൂളുകളോ ഒന്നും പറ്റില്ല. ബാംഗ്ലൂര്, ദുബായ്, പിന്നെ സൗദിയിലെ അറബി കോളേജ്, അല്ലാതെ ലണ്ടൻ, അമേരിക്ക അങ്ങനെ കണ്ട സ്ഥലങ്ങളിലൊക്കെയാണ് കുട്ടികൾ ബെറ്റർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് അവർ ചൂസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇതിലെ. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. ഫിനാൻഷ്യലി സൗണ്ട് ആകുമ്പോൾ അത് കൊടുക്കാണ്ടിരിക്കാൻ കൈ പൈസ ഇല്ല എന്ന് പറഞ്ഞു ഒഴിയാനും നിവൃത്തിയില്ല അല്ലെ. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കുട്ടികളെ നമ്മൾ എങ്ങനെ പുറത്ത് വിടുക എന്നുള്ളതിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ കൂടിയാണ് ഇതെന്ന് വേണം പറയാൻ അല്ലെ. അതായത് ഈ 2 പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ, ഒന്ന് പിന്നെ കുട്ടികളെ ടീനേജസ് പ്രോബ്ലം, 2 ഫലസ്തീനിസിന്റെ അല്ലെ. ഫലസ്തീനിസിനെ കുറിച്ചിട്ട് നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിൽ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ മനസ്സിലേക്കായോ നോക്കുന്ന വേദനിക്കുന്ന ഓർമ്മകൾ വരാതിരിക്കാറില്ല അല്ലെ. അപ്പൊ ഈ 2 പ്രോബ്ലത്തിന് സൊല്യൂഷൻ എന്ന് പറയാൽ ദുആ തന്നെയാണ്. ആക്ച്വലി ദുആ ചെയ്യൽ തന്നെ പരിഹാരമുള്ളൂ. എന്നിരുന്നാലും ഒരു തവക്കുൽ എന്ന് പറഞ്ഞപ്പോ ഒരു പശുവിനെ കയറ് ഊരി വിട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അങ്ങനെ പറ്റൂല, കയറിൽ കെട്ടിയിട്ടാണ് തവക്കുൽ ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ ദുആ ചെയ്ത് വെറുതെ അങ്ങനെ മടി കയ്യും വെച്ചിരുന്നാ പറ്റൂല. അതിന് എന്തെങ്കിലുമൊക്കെ ബേബി സ്റ്റെപ്സ് എടുത്തേ പറ്റൂ. അതിലൊരു സ്റ്റെപ്പാണ് ഞാൻ ഇന്നാളെടുത്ത ടീനേജ് ദുആ ബുക്ക് അല്ലെ. ഞാൻ ഇങ്ങനെ കുറെ ആലോചിച്ച് ഇതുപോലെ മടിച്ചു നിന്നതാ. എങ്ങനെയാ കുട്ടികളെ അപ്രോച്ച് ചെയ്യുക, എങ്ങനെ അവരോട് സംസാരിക്കുക, അവർക്ക് ഞാൻ പറഞ്ഞാൽ പറ്റുമോ, അവർക്ക് ഇഷ്ടാവോ, ഇങ്ങനെ
ഇങ്ങനെയുള്ള ഒരു നൂറുകൂട്ടം ചിന്താഗതികൾ എന്റെ മനസ്സിലൂടെ അങ്ങനെ ഇഴഞ്ഞു നീങ്ങിയിരുന്നു. ബട്ട് എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, രാത്രി ഒരു ഉറക്കത്തിലേറ്റെന്തോ ഒരു ഇത് വന്ന പോലെ ഇരുന്ന് അങ്ങോട്ട് എഴുതി. പക്ഷെ അൽഹംദുലില്ലാ മാഷാഅല്ലാ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഭാഷയിൽ തന്നെ ആയി. ഈവൻ പിന്നെ ഷാർജ ബുക്ക് ഫെയറിൽ വരെ ആ ബുക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആരെങ്കിലും ദുബായിലൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങാൻ ശ്രമിക്കുക. അൽഹംദുലില്ലാ. പിന്നെ അതൊക്കെ അള്ളാഹുവിന്റെ തൗഫീഖ്, അല്ലാണ്ട് എന്ത് പറയാനല്ലേ. നമ്മളൊന്നും അതിന് മാത്രം പഠിച്ചവരോ അതിന് മാത്രം പ്രതീക്ഷകൾ അർപ്പിക്കാനുള്ള ഒരു വിദ്യാഭ്യാസ യോഗ്യതകളോ പോലും നമുക്കില്ല. ബില്ലാഹി തൗഫീഖ്, അള്ളാഹിന്റെ അപാരമായ കാരുണ്യം കൊണ്ട് ഇങ്ങനെ പല കോഴ്സുകളിലും പല സന്ദർഭങ്ങളിലും പല സ്ഥലങ്ങളിലും എത്തപ്പെട്ട് നമ്മളൊക്കെ ഈ വിധത്തിലൊക്കെ മുന്നേറുവാൻ സാധിച്ചു. അൽഹംദുലില്ലാ. അപ്പം നമ്മുടെ കുട്ടികളിൽ സാമർത്ഥ്യമില്ല, ബുദ്ധിശക്തി ഇല്ല എന്നൊന്നും നമുക്ക് ഒരിക്കലും പറഞ്ഞൂടാ അല്ലെ. അവരൊക്കെ അവരൊക്കെ എന്ന് പറയുന്നത് നല്ല സാമർത്ഥ്യമുള്ള കുട്ടികളാണ്. അപ്പം അവര് ഫസ്റ്റ് റാങ്ക് വാങ്ങുന്നവരാണ് അല്ലെ. ചിലപ്പോൾ മേ ബി ഫസ്റ്റ് റാങ്ക് വരെ കിട്ടുന്ന കുട്ടികൾ ഉണ്ടാകും അല്ലെ. ഹൗ ടു ടെൽ എനിവൺ, ഹൗ ടു ടെൽ എനിത്തിങ്, എന്തെങ്കിലും എങ്ങനെയാ അവരോട് പറയാ. ദെൻ അപ്പോൾ എങ്ങനെ, ഏത് ഭാഷയിലാ എങ്ങനെ പറയാ, നമ്മൾ പറയുന്ന അവർക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലേ എന്നുള്ള ഒരു ഇതാണല്ലേ. ഉമ്മ എന്ത് പറഞ്ഞാലും അതങ്ങനെയല്ല ഇതിങ്ങനെയെന്ന് പറഞ്ഞിട്ടല്ലേ കേൾക്കാത്ത മാതിരി ഫോണുമായിട്ട് ഒരുപോലെ കുട്ടികൾക്ക് അല്ലെ. അങ്ങനെ അപ്പൊ വീട്ടിലെ പണികൾക്ക് പറഞ്ഞാൽ ഒരു പണികളും അവരെടുക്കൂല. ആക്ച്വലി വാഷ് ചെയ്യൂല, വാഷ് ചെയ്ത് മടക്കി വെക്കൂല. ഇങ്ങനെ ഡ്രസ്സ് എവിടെ പോകാൻ നേരത്തെ എവിടാന്ന് പറഞ്ഞ് ഉമ്മ എടുത്ത് കൈ കൊടുക്കണം അല്ലെ. എല്ലാം ഈവൻ ടിഫിൻ വരെ എടുത്ത് കൊടുക്കുന്ന വീട്ടുകാരും ഉണ്ട്. ഈ വിഷയത്തിൽ കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഒന്നാമത് വിവരമില്ലാത്ത പാരന്റ്സും ഇതിന് വലിയൊരു ഭാഗം, ന്യൂജൻ പാരന്റ്സും ഈ കുട്ടികളെ വഷളാക്കുന്നതിൽ ഒരു ചെറിയ ഒരു എന്താ പറയാ പെർസെന്റേജ് അവരേലും തെറ്റുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പം ഇത്രയും വലിയ ബുദ്ധിയും സാമർത്ഥ്യം ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല അല്ലെ. അവരൊരു ഓഫീസിൽ കയറി കഴിഞ്ഞാൽ ഒരു ഒഫീഷ്യൽ പിന്നെ സിറ്റുവേഷനിൽ അവർക്ക് ഒരു പ്രൊമോഷൻ കിട്ടാൻ, അല്ലെങ്കിൽ ഈവൻ ഒരു ജോലി കിട്ടാൻ പോലും അല്ലെ, ഒരു ഇന്റർവ്യൂ ചെയ്തിട്ട് ഒരു ജോലി പ്രവേശിക്കണമെങ്കിൽ പോലും എന്ത് വേണം അവർക്ക്? ജോലി പ്രവേശിക്കണമെങ്കിൽ പോലും അവർക്ക് അത്യാവശ്യം വാക്സാമർത്ഥ്യം ഉണ്ടായേ പറ്റൂ അല്ലെ. വാക്സാമർത്ഥ്യം ഇല്ലാണ്ട് എവിടെയും രക്ഷപ്പെടൂല. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ല വിവരവും നല്ല പഠിപ്പും അങ്ങനെ കണ്ട എല്ലാ സ്കിൽസും ഉണ്ടായിട്ടും കാര്യമില്ല. അവർക്ക് അത്യാവശ്യം എന്ത് വേണം? സംസാരിക്കാനുള്ള കഴിവ് വേണം അല്ലെ. ജോലി വരെ കിട്ടണമെങ്കിൽ അതും മസ്റ്റാണ് എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ അർഹതപ്പെട്ട പലതും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഇന്ന് ഇവിടെ മൊത്തത്തിൽ കാണാനിടയുണ്ട് അല്ലെ. നമ്മളൊക്കെ തന്നെയും ഒരുപാട് ഇൻസൾട്ടിങ് ജീവിതത്തിൽ സഹിച്ചവരാണ് അല്ലെ. ഒരു മിനിറ്റ്. ഒരുപാട് ഇൻസൾട്ടിങ് ജീവിതത്തിൽ സഹിച്ചവരാണല്ലേ. ഈവൻ ഭർത്താക്കന്മാരിൽ നിന്ന്, അവരുടെ ഹസ്ബൻഡ് ഫാമിലി സൈഡിൽ നിന്ന്, ആസ് ലോങ് ആസ് എത്ര കാലാണ് നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ളത് നമുക്കറിയാം അല്ലെ. ഇപ്പോഴാണെങ്കിൽ നെറ്റാബളൊന്നും കൊണ്ട് നമ്മളടുത്ത് വന്നാൽ ആരും രക്ഷപ്പെടൂല അല്ലെ. ഇപ്പൊ നമുക്ക് അത്യാവശ്യം വിവരങ്ങളൊക്കെ ആയി തുടങ്ങി അല്ലെ. വി ഡോണ്ട് നോ റിയാക്ട് അല്ലെ. അതിനെതിരെ ഒന്ന് റിയാക്ട് ചെയ്യാനോ എന്തെങ്കിലും ഒരു മറുപടി പറയാനോ ഉള്ള ഒരു ഗഡ്സൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല അല്ലെ. പിന്നെ കോസ് ഓഫ് ഇൻ ദിസ് കേസ് നമ്മളെ കുട്ടികളിലെ ചുറുചുറുക്കുള്ള നല്ല കാര്യപ്രാപ്തിയുള്ള എഫിഷ്യന്റ് ആയി വളർത്തുവാൻ മുതിർന്നവരെയൊക്കെ റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെ നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അല്ലെ. നമ്മുടെ കുട്ടികൾ ഒരു പുറത്തുനിന്ന് ഇപ്പൊ നമ്മളെ വീട്ടില് ഇപ്പോഴത്തെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ പറയുകയാണെങ്കിൽ, നമ്മള് വീട്ടിലേക്ക് ആരെങ്കിലും ഒന്ന് കയറി വരികയാണെങ്കിൽ നമ്മളെ കുട്ടികളാണെങ്കിൽ മൊബൈൽ ഫോണിൽ കളിക്കുകയാണെങ്കിൽ തലയും താത്തിട്ട് കളിച്ചിരിക്കും അല്ലെ. ഇതിന് പെണ്ണായാലും ശരി ആണായാലും ശരി ഒന്ന് തല ഉയർത്തി നോക്കി എന്താണെന്ന് പറയേ. പണ്ടൊക്കെ നമ്മളൊക്കെ ആണെങ്കിൽ സിറ്റിംഗ് റൂമിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിലൊക്കെ ആരെങ്കിലും വരുന്നെന്ന് കണ്ടാലേ അപ്പം തന്നെ എണീച്ചു നിന്ന് പിന്നെ ഉമ്മനെ വിളിച്ചോണ്ടേ ഇരിക്കുന്നു പറഞ്ഞില്ലേ. അങ്ങനത്തെ ഒക്കെ ഓരോ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള ഒരു ഇതും കുട്ടികളിൽ കാണാനില്ല അല്ലെ.
കുട്ടികൾ എന്ന് പറയുന്നത് കുട്ടികളെ നമ്മൾ അങ്ങോട്ട് റെസ്പെക്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക്, അവരെ മിഥ്യാലോകത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ശരിക്കും അത്യാവശ്യം നല്ല എഫേർട്ട് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ കുട്ടികളെ ഇപ്പൊ നമ്മള് ഞാൻ പറഞ്ഞല്ലോ, ഡയറക്ട്ലി നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആളുകൾ വന്നിട്ടുണ്ടാകും, മൂത്താപ്പാണ് അല്ലെങ്കിൽ അമ്മായിയാണ് അല്ലെങ്കിൽ അത് ഉപ്പക്ക് ജോലി ഇല്ലാത്ത സമയത്ത് അവരായിരുന്നു നമ്മളെ സഹായിച്ചത് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് അവർക്ക് ദേഷ്യ. അവരെ പണിയൊന്നുമില്ല ഞങ്ങൾക്ക്, ഓലും തലേ കെറ്റി നടക്കുകയാണോ എന്ന് ചോദിക്കും അല്ലെ. നമ്മളിനിപ്പോ നമ്മുടെ ബന്ധുമിത്രാദികളിലുള്ള ആരായിക്കൊള്ളട്ടെ, നമുക്ക് ഉപകാരമുള്ളവരായിക്കൊള്ളട്ടെ, അല്ലാത്തവരാര് വന്നാലും നമ്മൾ അവർക്ക് അർഹിക്കുന്ന റെസ്പെക്ട് കൊടുക്കും. എന്നിട്ട് അത് കണ്ടു വളരുന്ന ഈ കുട്ടികളോ ഈ രീതിയിൽ റെസ്പെക്ട് കൊടുക്കാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടല്ലേ, പഠിച്ചോനെ ഈ കുട്ടി ഇങ്ങനെ ആയി പോയല്ലോ എന്നുള്ള. പക്ഷെ എന്ത് ചെയ്യാം, കുട്ടികൾ ഇങ്ങനെയാണ് അല്ലെ, കുട്ടികൾ ഇങ്ങനെയാണ്. ആരെയും വന്നാല് പിന്നെ എന്താ വന്ന കാര്യം പോലും ചോദിക്കൂല. അവര് വന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ ആ വാതിലടക്കുന്ന കാര്യം പോലും ഓർക്ക് ഓർമ്മ ഉണ്ടാവില്ല, ഓല് ഇരുന്ന് മൊബൈൽ കളിയായിരിക്കും അല്ലെ. അപ്പൊ ഇതിൽ നിന്ന്, ഈ സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്നൊക്കെ ഒന്ന് മാറ്റം വരുത്തി പിന്നെ നമ്മുടെ മുതിർന്നവരെ ബഹുമാനിക്കുന്ന അല്ലെ, അതായത് തികച്ചു റെസ്പെക്ട് കൊടുക്കുന്ന, ഒട്ടും ബഹുമാനം കാണിക്കാത്ത ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മക്കളെ തിരിച്ചു കൊണ്ടുവരണം അല്ലെ. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൺട്രി ഫെലോ ആണ്, ആളുകളെ കണ്ടാൽ ബഹുമാനിക്കുക. അത് തന്നെ നമ്മളെ ബന്ധുമിത്രാദികളിൽ നമ്മെ കുറിച്ച് ആരെങ്കിലും കുറ്റം പറയേ, നമ്മളെ ഏതെങ്കിലും രീതിയിൽ ഹേർട്ട് ചെയ്ത പിന്നെ ബന്ധുക്കള് റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ പറയും, എന്തിനമ്മ ഓലൊക്കെ തലക്കെറ്റാമണോ, ഓലോലെ പാട്ടിന് പോട്ടെ എന്നറിയും അല്ലെ. അതാണ് നമ്മുടെ മക്കളെ ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെ അവര് ആ നേരിട്ട് ഇതൊന്നും ഡയറക്ട്ലി നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർ ഒരിക്കലും കേൾക്കൂല, കേൾക്കുന്ന ഒരു മാനസിക അവസ്ഥയിലുമല്ല. ഇതെല്ലാം കൂടെ ഉന്നം വെച്ചുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് സംഘടിപ്പിക്കുന്നത്. ഇപ്പൊ അവർക്ക് തന്നെ സൗന്ദര്യബോധം ഒട്ടു കൂടുതലാ. സൗന്ദര്യബോധത്തിന്റെ ആധിക്യം കൊണ്ടാണ് കണ്ടമാനം ലിപ്സ്റ്റിക് വാരിത്തേച്ച് ചുണ്ടിലൊക്കെ, എന്താ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ക്വാളിഫൈഡ് ഒന്നല്ല, എന്തല്ലോ പിന്നെ ഏതെല്ലോ കമ്പനികൾ ഇറക്കുന്ന താൽക്കാലികമായിട്ട് കളർ മാത്രം കിട്ടുന്ന അതൊക്കെ വാരിത്തേച്ച് സ്കിന്നിലൊക്കെ പലതും അപ്ലൈ ചെയ്ത് നിന്നിട്ട് മുഖക്കുരു വന്ന് ആ ഒരു അവസ്ഥയിലാണ് അവർ പോണത്. ഇതൊന്നും യൂസ് ചെയ്യരുതെന്ന് ഒരിക്കലും പറഞ്ഞൂടാ. കാരണം ഇന്നത്തെ പബ്ലിസിറ്റി അങ്ങനെ ഈ വിഷയത്തിലാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് അല്ലെ. ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മളിപ്പോ വരെ എത്ര പറഞ്ഞിട്ടും ഇതാക്കിയിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ലതാനും. അപ്പം അതൊക്കെ നമ്മൾ എങ്ങനെ ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കാണ്ട് ഇതുപോലെ ക്ലാസ്സിലൂടെ നല്ല രീതിയിൽ നല്ല മയത്തിൽ വളരെ കാര്യമാത്ര പ്രസക്തിയുള്ള, ഞാൻ എൻ്റെ കുട്ടികളോടൊക്കെ പറയും, 10-20 വയസ്സ് വരെ നിങ്ങൾ വല്ലാണ്ട് സൗന്ദര്യം ശ്രദ്ധിക്കാത്തന്നല്ലേ. സൗന്ദര്യം കൂടിപ്പോയാൽ ഏതെങ്കിലും ചെക്കന്മാർക്ക് എന്തെങ്കിലും വേണ്ടാത്ത മനസ്സ് തോന്നിക്കഴിഞ്ഞാൽ അവരെ പഠിപ്പ് നിന്ന് പിന്നെ ലവ് അഫെയർ ആയി ലവിന്റെ നൂലാമാലകളിൽ കടന്നു ഒഴലണം അല്ലെ. അപ്പൊ അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ അവരെ വെച്ചാൽ ഡയറക്റ്റ് പറഞ്ഞാൽ അവർ കേൾക്കൂല. പക്ഷെ വളഞ്ഞ വഴി കൂടെ സ്നേഹാർദ്ദമായ രൂപത്തിൽ ഈ കോഴ്സിലേക്ക് ആവശ്യമുള്ള രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്, ഇതെന്ന് പറയുന്നത് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് സുമയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കർ എന്നുള്ള ഒരു സ്പീക്കിംഗ് ടാലന്റ് മാത്രമല്ല ഇവിടെ വികസിപ്പിച്ചെടുക്കുന്നത്. നമ്മുടെ ഫാമിലിയിൽ മൊത്തമുള്ള ബിഹേവിയർ, കുട്ടികളോടായാലും ഹസ്ബൻഡിനോടായാലും ഇനി അമ്മായിയമ്മയോടായാലും വീട്ടിൽ ആരെല്ലാം ഉണ്ട് അവരോടായാലും ഒക്കെ, ഇനി അയൽവാസികളോടായാലും നമ്മളോട് ആരെങ്കിലും പിണക്ക് കൂടാൻ വന്നാൽ എങ്ങനെ നമ്മൾ ഹാവ് ടു മേക്ക് എ ഗ്രേറ്റ് ലീഡർ, എങ്ങനെ ഒരു നല്ല ഗ്രേറ്റ് ലീഡർ ആവാം. അപ്പൊ ഞാൻ കുട്ടികളോട് ചോദിക്കും, നിങ്ങളോട് ആ കോഴ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇപ്പൊ ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് അല്ലെ. നമ്മള് വീട്ടിൽ ഇങ്ങനെ വീട്ടമ്മമാരായിട്ട് കഴിഞ്ഞു കൂടുന്ന ആരെയും ചോദിച്ചാൽ നമ്മൾ പറയില്ല നമുക്ക് പണിയില്ലാന്നാ അല്ലെ. നമുക്കാണ് ലോകത്തിലെ മുഴുവൻ പണികളും അല്ലെ. നമ്മള് സ്വീപ്പറാണ്, കീപ്പറാണ്, പിന്നെ എന്താ പറയാ, രാത്രി ഫോൺ എടുക്കുന്നതിന് എന്താണ് കോൾ അറ്റൻഡ് ചെയ്യുന്ന ആളാണ്, പിന്നെ സെർവന്റ് ആണ്, പിന്നെ ഹോം നേഴ്സാണ്, വൈഫാണ്, മദറാണ്, അങ്ങനെ 100 കൂട്ടം പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്ന നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ നമ്മള് ഉടനെ പറയാം നമുക്ക് പണിയൊന്നുമില്ല അല്ലെ. ആക്ച്വലി നമുക്ക് ഒരുപാട് പണികൾ ഈ ലോകത്ത് ചെയ്തു തീർക്കാനുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിലാണ് ഈ കുട്ടികളുടെയും ഭർത്താവിന്റെ ഒക്കെ ചരട് കിടക്കുന്നതല്ലേ. നമുക്ക് 2 രീതിയിലും ആകാം അല്ലെ. ചീത്ത സ്വഭാവമുള്ള സ്ത്രീകളും ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കാണ്ടും അവര് പുറത്തു പോയി വേറെ അഫെയറിലൊക്കെ ബന്ധപ്പെട്ട് വേറെ
പിന്നെ രാത്രി കുടിയായി കളിയായി വീട്ടിൽ സമയത്തിന് അതൊക്കെ നമ്മൾ വിചാരിച്ച എന്തും നല്ല രീതിയിലും ചീത്ത രീതിയിൽ രണ്ട് രീതിയിൽ റിവേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കൂലേ. അപ്പൊ നമ്മൾ തന്നെയാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ. ഉമ്മയാണ് ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ ഏറ്റവും ആദ്യത്തെ മദ്രസ എന്ന് പറയുന്നത് വെറുതെ അല്ല. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നമ്മൾ തന്നെ നമ്മൾ ഈ കുട്ടികളെ നല്ല രീതിയിലേക്ക് വളർത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ കണ്ടമാനം ഫീസ് ഗവൺമെന്റ് സ്കൂളുകളിലും മറ്റുള്ളിടത്തും ഒക്കെ നമ്മൾ കൊടുക്കും. ബട്ട് നമ്മൾ എന്താ പിന്നെ കൊടുക്കാത്തത്? കൊടുക്കാൻ മടിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഖുർആൻ വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമുക്കത് കൊടുക്കാൻ മടിയല്ലേ. അപ്പൊ ഈ ഫോട്ടോയിൽ ഞാൻ കാണിച്ച പോലെ കാണുന്നുണ്ടോന്ന് അറിയില്ല. ആ ഫോട്ടോയിൽ കാണിച്ച പോലെ ഇപ്പൊ കണ്ടില്ല, ആണും പെണ്ണും ഒന്നിച്ച് നിൽക്കുക, തോള് കൈയിടുക, അങ്ങനത്തെ ഒക്കെ ഒരു രംഗമുണ്ട്. ഇതൊന്നും നമ്മൾ ചെയ്യരുത് അരുത് എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ചെയ്യാനുള്ള ടെൻഡൻസിയാ. പക്ഷെ അത് ഈ രീതിയിൽ കോഴ്സിലൂടെ നമ്മൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ പോലെ അതിലെ വിഷയത്തിലേക്ക് തന്നെ വരാം. കാരണം ഇതൊരു സ്പീക്കിംഗ് കോഴ്സ്, സ്പീക്കിംഗ് ടാലന്റ് മാത്രമല്ല ഇവിടെ ഇമ്പ്രൂവ് ചെയ്യുന്നത്. നമ്മൾ എല്ലാവിധ പെരുമാറ്റ ശൈലികളും നമ്മുടെ എന്താ പറയാ, നമുക്ക് ഭാവിയിൽ നമ്മുടെ ഒരു ഭർത്താക്കന്മാരെ കൂടെ ജീവിക്കുമ്പോൾ ഏതെല്ലാം തരത്തിൽ നമുക്ക് ട്രാപ്പുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും, അതൊക്കെ എങ്ങനെ തരണം ചെയ്യണം, വിഷമങ്ങൾ വരുമ്പോൾ അതെങ്ങനെ മുന്നോട്ട് പോകണം, അങ്ങനെ എല്ലാ രീതിയിലും നമുക്കിപ്പോ ഒരു മൈക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഒരു പിന്നെ സഭയിൽ ഇരുന്നിട്ട് എന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോൾ അതിലൊരു മധ്യസ്ഥം വഹിക്കണം. അതിപ്പോ പ്രായത്തിൽ ചെറുതാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വിവരമുണ്ടെങ്കിൽ മീഡിയേറ്റർ ആവാം അല്ലെ. അപ്പൊ ഒരു മീഡിയേഷൻ ചർച്ചകൾക്ക് പോലും അപ്പൊ ഈ ഗ്രൂപ്പിൽ തന്നെ ഷബിന, സുമയൊക്കെ നല്ല കഴിവുള്ള ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാ. പക്ഷെ അവരൊക്കെ തന്നെയും അവരുടെ ടാലൻസ് ഒക്കെ തന്നെ അവരുടെ സ്ക്രീനിന് പുറകിൽ അല്ലെ, മറവിൽ, നമ്മളൊക്കെ ബിഹൈൻഡ് ദ സ്ക്രീൻ അല്ലെ. എനിക്ക് എന്തൊക്കെയോ അറിയാം, പക്ഷെ എനിക്ക് പുറത്തേക്ക് വന്ന് പറഞ്ഞൂടാ എന്നൊരു രീതിയിലായിരുന്നു അവരിതുവരെ അതിനൊക്കെ പ്രൊമോട്ട് ചെയ്ത്. പക്ഷെ ഈ ഗ്രൂപ്പിൽ വന്നതോടുകൂടി അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഇൻഫ്ലുവൻസും എന്താ പറയാ കോൺഫിഡൻസും ഒക്കെ ഇവിടുന്ന് പകർന്നു നൽകി. ഓരോ ക്ലാസ്സും ഇതെന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സസ് ആണ്. നമ്മുടെ ഈ ഇൻഫ്ലുവൻഷ്യലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ ഓൺ ആക്കിയിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ക്ലാസ് ഈ വീഡിയോ ഓഫാക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും തമാമിൽ എന്താന്ന് പറയാ നല്ലൊരു പരിചയം. അപ്പൊ ഒരാളെ കണ്ടിട്ടില്ലെങ്കിൽ ചോദിക്കും, സംസാരിക്കും. പിന്നെ ഈ 10-25 കുട്ടികളുണ്ട്, അവരെ ഓരോരുത്തരും സ്പീച്ച് ചെയ്യുന്നതിന്റെ ക്വാളിറ്റി നമ്മൾ വിലയിരുത്തും. നന്നായിട്ട് പറഞ്ഞതൊക്കെ നല്ലതാണ്, ഗ്രാമർ നല്ലതാണ്, കുറച്ചുകൂടെ ഹദീസ് ഉൾപ്പെടുത്താമായിരുന്നു, ലേശം ഇംഗ്ലീഷ് കൂട്ടാമായിരുന്നു, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പം അപ്പുറത്തിരിക്കുന്ന കുട്ടിക്ക് മനസ്സിലാവും, ശരിയാണ്, ഇങ്ങനെ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടല്ലേ, ഇനി ഞാൻ അടുത്ത പ്രാവശ്യം പറയുമ്പോൾ എനിക്ക് ഒന്നുകൂടെ നന്നാക്കാം. അതല്ലാണ്ട് അവരെ പറയുമ്പോ എന്താവുന്നില്ല, പിന്നെ ഒരു ഇൻസൾട്ടഡ് മൂഡിലല്ല അവിടെ അല്ലെ. അത് ഇൻസൾട്ട് ആയി പോയി, ഇനി ആളെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ട് ഞാൻ മോശക്കാരിയായി എന്നല്ല അവർ ചിന്തിക്കുന്നത്. മറിച്ച് ഇനി ഒന്നുകൂടെ നന്നായിട്ട് എനിക്ക് പറയണം എന്ന രീതിയിലേക്കാണ് അവർ ചിന്തിച്ചു വരുന്നത്. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ബന്ധുമിത്രാദികൾ നമ്മളെ കൊണ്ട് ആരെങ്കിലും കുറ്റം പറയുന്നത് വെച്ചാൽ ഈ പ്രായമുള്ള കുട്ടികളുടെ നമ്മൾ ഒരിക്കലും നമ്മളെ ബന്ധുക്കളുടെയോ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധുവിനെ വരെ 7 അയല തടിപ്പിക്കുകയില്ല. അവര് വീട്ടിൽ വരുമ്പോ അമ്മ എന്തിനാ ഓലോട് മിണ്ടുന്നത്, അമ്മ എന്തിനാ ഓല തലയെ കയറ്റുന്നത് എന്നൊക്കെയുള്ള ആ ടോണിലുള്ള സംസാര രീതി നമുക്കൊക്കെ എത്ര തന്നെ ആയിരുന്നാലും നമ്മുടെ ബന്ധുക്കൾ തന്നെയാണല്ലേ. അറുത്ത് മുറിച്ചാൽ മാറ്റപ്പെടാത്ത ബന്ധങ്ങളാണ് പിന്നെ കുടുംബ ബന്ധങ്ങൾ അല്ലെ. ഒരു മുറിച്ചാൽ മുറിയുന്ന ബന്ധത്തിൽ നിന്നാണ് മുറിച്ചാൽ മുറിയാത്ത ഒട്ടേറെ ബന്ധങ്ങൾ ഉണ്ടാക്കപ്പെടുന്നത് എന്ന് പറയും അല്ലെ. ശരി തന്നെയല്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് നമുക്ക് ഏത് സമയവും മുറിച്ച് മാറ്റാം അല്ലെ. പക്ഷെ ആ ബന്ധത്തിൽ നിന്നാണ് ഒട്ടനവധി മുറിച്ച് മാറ്റാൻ പറ്റാത്ത ബന്ധങ്ങൾ. അതേസമയം കല്യാണം കഴിഞ്ഞ് പിന്നെ ഭർത്താവും ഭാര്യയായിട്ട് നിൽക്കുമ്പോ എന്തെങ്കിലും വിഷയത്തിൽ ഭാര്യ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ആ കുട്ടികൾക്ക് അയാളെ പെങ്ങളാവട്ടെ, അയാളെ ഉമ്മയാവട്ടെ, അയാളെ കൂട്ടുകാര് എല്ലാ കുട്ടികൾക്ക് റിലേഷനാ അല്ലെ. കുട്ടിയൊക്കെ ഒഴിവാക്കണം, ഉമ്മയെ വെച്ചുകൊണ്ട് തന്നെ ഉപ്പന്റെ ബന്ധക്കാരെ കീപ്പ് ചെയ്യാം. അതേസമയം ഉമ്മ പുറത്താ. അതാണ് മുറിച്ചാൽ മുറിയുന്ന ഒരു ബന്ധത്തിൽ നിന്നാണ് മുറിച്ചാൽ മുറിയാത്ത ഒട്ടനവധി ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അവരെത്ര തന്നെ മോശക്കാരാണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും നമുക്ക് എന്താക്കണം, അവരെ സ്നേഹിച്ചും ബഹുമാനിച്ചും ഒക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെ. അതൊരു ഇസ്ലാമിക ജീവിത പിന്നെ ചര്യയുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഞാൻ മുൻപ് പറഞ്ഞ പോലെ എപ്പോഴും അല്ലെ വ്യാധിയാണ് നമ്മളെ കുട്ടികളെ പോക്ക് എങ്ങോട്ടാണ്, സമൂഹം എങ്ങോട്ടാണ് നയിക്കുന്നത്. ഇപ്പൊ ഒരു TV ഷോ വന്നിട്ടുണ്ടല്ലോ, എന്താ അതിന് പറയാ, എനിക്ക് എന്റെ പേര് മറന്നുപോയി. ആ ഷോയില് ഏതോ ഒരു പിന്നെ
ആദില എന്ന് പറഞ്ഞ 2 പെൺകുട്ടികളെ കുറിച്ചിട്ട്, അതൊക്കെയാണ് നമ്മളെ കുട്ടികൾ കാണുന്ന സീരിയൽ അല്ലേ. ഒരു പെണ്ണും കല്യാണം കഴിച്ച് വീട്ടുകാരെ ധിക്കരിച്ചു പോന്ന്, അങ്ങനെയൊക്കെ പല സിറ്റുവേഷനും പിന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് കണ്ടിട്ട് നമ്മളെ കുട്ടികളെ അതിലേക്ക് അട്രാക്ട് ചെയ്യാൻ ഇവര് ചെയ്യുന്നത് അല്ലേ. ആക്ച്വലി ഇത് കാണുന്നതോട് കൂടി നമ്മളെ മക്കൾ എന്താവും, മക്കളെ ആയിരിക്കും ഇതൊക്കെ ശരിയാണെന്ന്, അവർക്ക് അത്രയല്ലേ വിവരമുള്ളൂ അല്ലേ. അതല്ല, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ മക്കളെ ഈ ഇങ്ങോട്ടൊന്നും കയറ്റി വിടാതെ നേരിയ വെച്ചാൽ നമ്മള് സന്മാർഗത്തിലേക്കാണ് തെളിക്കുന്നത്, അങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന് അവരറിയുകയും ചെയ്യരുത്. പക്ഷെ അവര് ഈ ഒരു ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കറിൽ കയറി സംസാരിച്ച് പിന്നെ ക്ലാസ്സിൽ ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എഴുന്നേറ്റ് നിന്ന് പറയും. ചിലപ്പോൾ കുട്ടികൾക്ക് എല്ലാം അറിയായിരിക്കും, പക്ഷെ അവർ പറയാൻ മടിക്കൂലേ ആൻസർ എഴുന്നേറ്റ് നിന്ന് പറയാനും. ഇനി അതല്ല, ടീച്ചർ പറയാ ഞാനിപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ടീച്ചർ നിൽക്കുന്ന ടേബിളിന്റെ അടുത്ത് വന്നിട്ട് ഒന്ന് പറയുന്നു പറഞ്ഞാൽ അവിടെ നിന്ന് പറയാനും ഒക്കെ ഉള്ള ഗഡ്സ് നമ്മളെ കുട്ടികളിലുണ്ട്. ഈ ഗഡ്സ് ഒക്കെ ഹിഡൻ ഗഡ്സ് ആണ് അല്ലെ. എല്ലാം ഇപ്പൊ നമ്മളെ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സിലെ ലേഡീസിനെ പോലെ തന്നെ ഇത് ഹിഡൻ മറഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുവന്ന് ടാലന്റഡ് ആക്കി നമ്മുടെ കുട്ടികളെ, ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇപ്പൊ ഒരു കുട്ടി ഫാത്തിമ മിൻഹ എന്നും പറഞ്ഞിട്ട് ഒരു ഭയങ്കര മോട്ടിവേഷൻ സ്പീക്കർ, 17-18 വയസ്സല്ലായിട്ടുള്ളൂ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അവളിപ്പോ ദുബായിലെത്തി അല്ലേ. ഭയങ്കര കൊയ്ത്ത, ഭയങ്കര ഉദ്ഘാടനവും കാര്യമൊക്കെ ആയിട്ട് പോണ ഈ കുട്ടി. എന്താ പ്രസംഗം പഠിച്ചതാ, ഒരുപാട് ഖുർആനും ഹദീസൊന്നും പഠിച്ചിട്ടില്ല, പ്രസംഗം പഠിച്ചതാ. അങ്ങനെ മോട്ടിവേഷണൽ സ്പീക്കറായി മാറിയതിനും അത്ര വലിയ ഡിഗ്രീസ് ഒന്നും അവളെ കയ്യിലില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പോലെ തന്നെ ഇപ്പൊ എന്റെ വീട്ടില് വലിയ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് വിചാരിച്ചോളെ, ബോയ് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും, ആണുങ്ങളൊന്നും കാണൂല, അപ്സ്റ്റെയർ പോയി കുളിക്കുക. പക്ഷെ എന്നെങ്കിലും ഒരിക്കലും ഞാൻ ആ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയെങ്കിലല്ലേ ഞാൻ സ്വിമ്മിംഗ് പഠിക്കുള്ളൂ അല്ലെ. അതല്ലാണ്ട് ഞാനിങ്ങനെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് എന്നും പറഞ്ഞ താഴെ ഇരുന്ന നീന്തൽ പഠിക്കോ? മോൾ പോയി നിന്നാ പഠിക്കുക, ആരെങ്കിലും ഉന്തി താഴോട്ട് ഇടണം അല്ലെ, വെള്ളത്തിലേക്ക് ഇടണം. അതുപോലെ നിങ്ങൾ കുട്ടികൾക്ക് ഇതൊരു സെൻസ്, ഇതെന്ന് വെച്ചാൽ ലേഡീസിനേക്കാൾ കുറച്ച് ഫീസ് ഞാൻ അധികം വന്നിട്ടുണ്ട്. കാരണം എനിക്ക് ഇതിന് എക്സ്പേർട്സിനെ ഹയർ ചെയ്യണം, നല്ല എക്സ്പേർട്ട് ടീച്ചേഴ്സിനെ ഹയർ ചെയ്യണം. ഞാൻ മാത്രം പറഞ്ഞാൽ പോരാ, അവരെ ഏജിലുള്ള ടീച്ചേഴ്സിനെ തന്നെ ഹയർ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് ചെറിയൊരു ശതമാനം ഫീസ് അധികം ഇടുന്നുണ്ട്. പിന്നെ സമൂഹത്തിലെ മുന്നോട്ട് നയിക്കാൻ പര്യാപ്തമായ, സമൂഹത്തിന് ദീൻ പറഞ്ഞു കൊടുക്കുന്ന 4 ആളുകളുടെ ഇടയിൽ ഒരിക്കലും എന്താ പറയുന്നത്, ഒരു മോശക്കാരി അല്ലാണ്ട് അല്ലെ, എണീറ്റ് നിന്ന് സംസാരിക്കാനുള്ള പ്രാപ്തി എവിടെ വെച്ചും ആളുകളെ അവരെ ഇപ്പൊ ഒരു പബ്ലിക് സ്പീക്കറായി മാറിക്കഴിഞ്ഞാൽ ഭയങ്കര ഫെയിം ആയിരിക്കും, പബ്ലിസിറ്റി കൂടും. അതുകൊണ്ട് തന്നെ അവരെ ആരെങ്കിലും കണ്ടാൽ ബഹുമാനിക്കും, ആദരിക്കും, സമ്മാനങ്ങൾ നൽകും അല്ലെ. ഈ ഒരു പ്രൊഫഷന്റെ ഒരു പ്രത്യേകതയും കൂടാണ് അത് അല്ലെ. ഒരു താരാരാധന പോലെ ഒരു ബഹുമാനം, ഒരു റെസ്പെക്ട്, നമുക്ക് ഇൽമ പറഞ്ഞു തരുന്നവരാണല്ലോ എന്നുള്ള ഒരു റെസ്പെക്ട് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഒരു ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞ പോലെ ഫാത്തിമ മിൻഹ അല്ലെ. അവൾ നല്ല ചെറിയ കുട്ടിയെ 17 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. ഈ ചെറുപ്രായത്തിൽ തന്നെ അവൾ ഒരുപാട് പബ്ലിസിറ്റി കിട്ടിക്കഴിഞ്ഞു, ഫെയിം ആയി കഴിഞ്ഞു അല്ലെ. അതെന്താ എന്തിലൂടെയാണ്? പിന്നെ സ്പീക്കിംഗ് അല്ലെ. ഇന്ന സായിക്കും ലക്ഷത്താന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ വിഭിന്നമാണ്. അതായത് നമ്മൾ ഓരോരുത്തരും പഠിച്ച് ചിലപ്പോൾ എഞ്ചിനീയേഴ്സ് ഒക്കെ കാണാൻ പോയി ജോലി നോക്കുമ്പോൾ നമ്മൾ പഠിച്ച പണിയൊന്നല്ല കിട്ടി, വേറെ ഏതോ ഫീൽഡിലാക്കറി, എന്തോ ഫീൽഡിലായിക്കോട്ടെ. അപ്പൊ അവർക്ക് വിവരം ഉണ്ടല്ലോ, ടെക്നിക്കലി അവര് ടാലന്റഡ് ആണല്ലോ അല്ലെ. അപ്പൊ വേറെ ഏതെങ്കിലും ഇതിലേക്കും അതുകൊണ്ട് തന്നെ അവര് സൂട്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ, ഇപ്പൊ ഞാൻ പഠിച്ച് ഇവിടുന്ന് ഇറങ്ങിയെന്ന് വിചാരിച്ചോളി, അവര് പിന്നെ എന്താകുന്നില്ല, ഒരു പബ്ലിക് സ്പീക്കർ ആകുന്നില്ല. എന്നിരുന്നാൽ പോലും അവർക്ക് ഓഫീസിൽ വന്നാലോ, ഒരു ടീച്ചേഴ്സിന്റെ പ്രൊഫഷൻ, അതൊരു സ്കൂളിലാണെങ്കിലും എവിടെ ആണെങ്കിലും അവർക്കൊന്ന് ബ്രൈറ്റൻ ആവാൻ, തിളങ്ങി നിൽക്കാൻ ഈ കോഴ്സ് ഒരുപാട് ഉപകരിക്കുമെന്നുള്ള വിഷയത്തിൽ നോ ഡൗട്ട് അറ്റ് ഓൾ, യാതൊരു സംശയവും വേണ്ട അല്ലെ. പിന്നെ ഇൻട്രോവേർട്ടായ, ആരോടും മിണ്ടാത്ത, ആവശ്യത്തിന് പോലും സംസാരിക്കാത്ത നമ്മുടെ കുട്ടിയെ സ്മാർട്ടാക്കാൻ, ഒരു സ്മാർട്ട് ഗേൾ ആക്കാൻ, അതായത് ടാലന്റഡ് ആക്കുവാൻ, ടാലന്റ് എക്സ്പ്രസ് ചെയ്യാൻ. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ കുട്ടികളിലൊക്കെ ഒരുപാട് ഫസ്റ്റ് റാങ്ക് കിട്ടി പരീക്ഷ എഴുതിയിരിക്കുന്ന എത്ര മക്കളുണ്ടെന്ന് അറിയാം. ചോദിച്ച മൈ നെയിം ഈസ് ഫാത്തിമ എന്ന് പറയാൻ മടിക്കുന്ന കുട്ടികൾ എത്ര നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീടുകളിലും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അവരെയൊക്കെ ഒന്ന് ടാലന്റഡ് ആക്കി, ആളോട് മിണ്ടി ചിരിച്ച് പറഞ്ഞ് അങ്ങനെ ഒന്നും കൂടെ ഒന്ന് പറയാ, എന്താ ആളുകളുടെ ഇടയിൽ ഒരു കമ്മ്യൂണിറ്റി
ബീയിങ് ആയിട്ട് വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സും കൂടാണെന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ കേട്ടോ. അതായത് കൂളായി ഒരു മൈക്ക് കയ്യിൽ കിട്ടിയാൽ കൂളായി പ്രസംഗിക്കാൻ, ആരെങ്കിലും പരിചയസമ്പന്നർ വീട്ടിൽ വന്നാൽ തമാശകൾ പറയാൻ അല്ലെ. നമ്മളെ കുട്ടികളൊന്നും ബന്ധുക്കളും ഫ്രണ്ട്സും ഒന്നും വന്നാൽ തമാശ പറയില്ല, അവര് വേറെ അവരുടേതായ ലോകത്തിൽ പൊളിക്കുകയാണ് അല്ലെ. ആ ടീനേജിന്റെ ആയ ഒരു പ്രശ്നം അവർക്കുള്ളത് കൊണ്ട് തന്നെ അവർ ഏതെങ്കിലും റൂമിൽ പോയി ഫോൺ എടുത്ത്, അപ്പോൾ അവർക്ക് ഫോണ് തീരെ കൊടുക്കാത്ത വീട്ടുകാർക്കും ഗസ്റ്റ് വരുമ്പോ ഫോണ് കിട്ടും അല്ലെ. അതാണ് നമ്മുടെ കുട്ടികൾ. അപ്പൊ അതിൽ നിന്നൊക്കെ അവര് മാറി, അതൊരു കോഴിമുട്ടയുടെ തോടാണ്, അതിന്റെ ഉള്ളിലാണ് അവർ ഒളിച്ചിരിക്കുന്നത് അല്ലെ. അവര് കുറെ കാലം അതിൻ്റെ ഉള്ളിൽ തന്നെ ഒളിച്ചിരിക്കുക. അപ്പൊ നമുക്ക് ഒരൊറ്റ തട്ട് കൊടുത്താൽ അത് പൊട്ടിച്ച് കോഴിമുട്ട ഇങ്ങ് പുറത്തെടുക്കണം അല്ലെ. മുട്ടയിലെ ഉണ്ണിയും വെള്ളയൊക്കെ മാറ്റിയെടുക്കണം, എങ്കിലേ നമ്മളെ കുട്ടികളൊക്കെ ഉഷാറാവുള്ളൂ അല്ലെ. അപ്പൊ നമ്മള് ഇനി ഈ കോഴ്സൊക്കെ കഴിഞ്ഞ് വന്നാൽ നിങ്ങൾ തന്നെ മിറാക്കിളാവൂലേ. ഒരു ഹാപ്പി ആയിട്ട് തുടങ്ങും. വീട്ടിൽ നിന്നും കുട്ടികളോടൊക്കെ തമാശ പറയാൻ തുടങ്ങും, വിഷമങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങും, ഹാപ്പിനെസ് ഷെയർ ചെയ്യും, നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ കോളേജിലത്തെ ഫ്രണ്ട്സിന്റെ കഥകളൊക്കെ വന്ന് പറയും. അൽഹംദുലില്ലാ ബാറക്കല്ലാ. ഏറ്റവും നല്ല ഈമാനുള്ള തഖ്വയുള്ള സന്തതികളായിട്ട് നമ്മുടെ ഭാവിയിലെ മക്കളെല്ലാം വളരട്ടെ. അതായത് നമ്മുടെ ദുരിയത്ത്, നമ്മുടെ സന്താന പരമ്പര അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന, ദജാലിന്റെ ഷെറിൽ നിന്ന് മോചനം ലഭിക്കുന്ന നല്ല നല്ല കുട്ടികളായി ദായികളായിട്ട് മാറട്ടെ എന്ന് നമുക്ക് അള്ളാഹുവിനോട് ഈ സദസ്സിൽ, നിറഞ്ഞ സദസ്സിൽ വെച്ച് ദുആ ചെയ്യാം. പിന്നെ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും അല്ലെ. ഈ കോഴ്സൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങളെ മോന് നിങ്ങളോട് തമാശ പറയുന്നു, ചിരിക്കുന്നു, ക്ലാസ്സിലെ കഥകൾ പറയുന്നു. ഇവൻ എങ്ങനെ എക്സ്ട്രോവേർട്ട് ആയി എന്ന് നിങ്ങൾ ചിന്തിച്ചു പോകും അല്ലെ. യു വിൽ ബി സർപ്രൈസ്ഡ്. നിങ്ങൾ സർപ്രൈസ് ആയി. അള്ളാഹുവിന് തൃപ്തിപ്പെട്ട ഒരു മാർഗത്തിലേക്കായിരിക്കും ഇവൻ പോകുന്നത്. അപ്പം ഇവർക്ക് ഓട്ടോമാറ്റിക്കലി ക്ലാസ് എടുക്കണമെങ്കിൽ എന്ത് വേണം? അവർക്ക് വിവരം വേണം. ആ വിവരത്തിന് വേണ്ടി അവർ പല സ്ഥലത്തും സെർച്ച് ചെയ്യും അല്ലെ. ആ വിവരം കിട്ടാൻ വേണ്ടിയിട്ട് അവർ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ പിന്നെ അവര് നല്ല പ്രാസംഗികരായി മാറുകയും ചെയ്യും അല്ലെ. അപ്പൊ പിന്നെ അതായത് വീട്ടില് ബന്ധുക്കൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് ഇതിലേക്കുള്ള ഈ ഒരു ശരിക്കുള്ള രീതിയിൽ, ഇത് തന്നെ പല ടൈപ്പ് കുട്ടികളുണ്ട് കേട്ടോ. ചേരും, ഫീസ് തരും, പക്ഷെ അവര് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യൂല. ക്ലാസ്സിൽ പിന്നെ ആദ്യത്തെ 3-4 ദിവസങ്ങളിൽ വീഡിയോ ഓൺ ചെയ്ത്, അത് പിന്നെ എല്ലാവരെയും സ്വഭാവം. പിന്നെ അവർ ഗ്രാജുവലി വീഡിയോ ഓൺ ആക്കിയിട്ട് അങ്ങനെ സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഇന്ററാക്ഷൻ ആണ് അല്ലെ. പിന്നെ ഇങ്ങനെ കഴിഞ്ഞ് അവള് ബന്ധുക്കൾ വന്നാൽ സ്വീകരിക്കും, സൽക്കരിക്കും. നമ്മൾ പറയണം ഗസ്റ്റ് എന്തെങ്കിലും വന്നിട്ടൊക്കെ താമസിക്കാൻ, വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അവർക്ക് എന്താ വേണ്ടേ, കുപ്പായ എടുത്തോർക്ക്, തലയണ എടുത്തോർക്ക്, ബെഡ്ഷീറ്റ് എടുത്തോർക്ക്, അങ്ങനെ 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 നമ്മളെ വീട്ടിലും പെർഫോം ചെയ്യണം, ക്ലാസ് റൂമിലും പെർഫോം ചെയ്യണം. ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയണം. ടീച്ചറിന്റെ ടേബിളിന്റെ അടുത്ത് പോയി നിന്ന് ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ പറയുന്ന, അത് പറയാൻ പര്യാപ്തമാകണം. പറ്റുമെങ്കിൽ നമ്മുടെ കുട്ടിനെ ലീഡറാക്കുക അല്ലെ. നമ്മൾ ലീഡറാക്കൂല, ലീഡറാക്കിയാൽ പണി കൂടിപ്പോവിന്, ക്ഷീണം വരുമെന്ന് പറഞ്ഞ് ഞാനൊക്കെ ലീഡറായിട്ട് വളർന്നതാ അല്ല. ഒരുവിധം ക്ലാസ്സിലൊക്കെ ഞാൻ ലീഡറായിരുന്നു. ആ ലീഡർഷിപ്പ് ക്വാളിറ്റി എനിക്ക് ഒരുപാട് ഇവിടെയൊക്കെ ഉപകരിച്ചത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ ലീഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. അപ്പൊ ക്ലാസ്സിൽ ജോയിൻ ആയ വലിയൊരു ജോലിയാണ് ഇത് ലീഡർ എന്നാവുക. അങ്ങനെ ലീഡർ ആയിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാൻ ഒക്കെ അവർ പഠിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ജോയിൻ ആയിക്കഴിഞ്ഞാൽ അവർക്ക് വീഡിയോ ഓൺ ആക്കാൻ മടിയാണ്, മിണ്ടാൻ പണിയാണ്. പക്ഷെ 3-4 ക്ലാസ് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറി അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഞാൻ എങ്ങനെ ഈ ഫീൽഡിൽ എത്തി, ഞാൻ എങ്ങനെ വായ തോരാണ്ട് സംസാരിക്കാൻ പഠിച്ചു. അപ്പൊ അവർക്ക് അങ്ങനെ അതൊക്കെ കഥ ഫുള്ള് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് പിറ്റേത്തെ ആഴ്ച അവർക്ക് ടാസ്ക് കൊടുക്കും, ഇത് നിങ്ങളെ സ്റ്റോറി ആയിട്ട് നിങ്ങൾ വാന്നും പറഞ്ഞിട്ട്. അപ്പൊ പലർക്കും അവരുടെ സ്റ്റോറി പറയാൻ കുറവാണ്, മടിയാണ്. അപ്പൊ അവരോട് ഞാൻ പറയും, അത് പറ്റുന്നില്ല പോട്ടെ, നിങ്ങൾ വേറെ എന്തെങ്കിലും കഥ, അങ്ങനെ കഥ പറഞ്ഞ് പഠിപ്പിക്കും. അതിന് ഗ്രൂപ്പിൽ വന്നിട്ട് ഓരോരോ കഥകൾ അവർ ടച്ച് ചെയ്തിട്ടുള്ള കഥകളായിരിക്കും അവരെ പറയല്ലേ. അപ്പൊ ഓരോരുത്തരുടെയും ഉള്ളിൽ വലിയ വലിയ അഗ്നിപർവ്വത വോൾക്കാനോസ് പുകയുന്നുണ്ടെന്ന് അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുക. ചിലപ്പോൾ പേഴ്സണലി വന്ന് പറയും, ഞാൻ എന്നെ പ്രശ്നമുണ്ട് മിസ്സേ, അങ്ങനാണ് ഇങ്ങനാണ് എന്നൊക്കെ പറയാൻ പറ്റാത്തായിരിക്കും. പക്ഷെ അതിനൊക്കെ നമ്മൾ സൊല്യൂഷൻ കൊടുക്കും അല്ലെ. അപ്പൊ ഈ കോഴ്സിന് കുറച്ച് ബുദ്ധിമുട്ട്, അതായത് ടീച്ചറെ പുറത്തുനിന്ന് എക്സ്പേർട്ട് പിന്നെ ഫാക്കൽറ്റീസിനെ നമ്മൾ ഹയർ ചെയ്യണം. കാരണം ഞാൻ തന്നെ എടുത്താൽ പോരല്ലോ, ഇത് ചെറിയ കുട്ടികളാണല്ലോ, അവർക്ക് ഭയങ്കര ഇംഗ്ലീഷൊക്കെ അറിയുന്നില്ല. അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡുള്ള കുറച്ചാളെ ഞാനും അവരും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുക. പിന്നെ ഈച്ച് ആൻഡ് എവറി ക്ലാസ്സിൽ അവർ പ്രസംഗിക്കണം. അതൊന്നും ഇപ്പോൾ അവരോട് പറയണ്ട. ഞാൻ ടോപ്പിക് കൊടുക്കും, 3-4 ടോപ്പിക്, അതിൽ ചൂസ് ചെയ്തിട്ട് അവരിങ്ങനെ പ്രസംഗം തയ്യാറാക്കി ഒന്ന് ഓരോ കുട്ടീൻ്റെ പ്രസംഗം കേൾക്കും. കേട്ടിട്ട് അതിന്റെ പോസിറ്റീവ് സൈഡ് പറഞ്ഞിട്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് നല്ല നിലയിൽ ഒരു
ലെവലിൽ കൊണ്ടുപോയി വെച്ചിട്ട് അതിനൊരു ഒരു ഇമ്പ്രൂവ്മെന്റ് സൈഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതും പറഞ്ഞു കൊടുക്കും. അപ്പൊ അതൊക്കെ കേൾക്കുന്നതോട് കൂടി കുട്ടി ഫ്ലാറ്റ് ആവും. കുട്ടിക്ക് ആദ്യം നല്ലതാണ്, അതും ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻസിനും ഉണ്ടാവും അതുപോലെ ഇമ്പ്രൂവ്മെന്റ് സൈഡും ഉണ്ടാവും, പോസിറ്റീവ് സൈഡും ഉണ്ടാവും. അപ്പൊ അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവരത് അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവും അല്ലെ. അവർക്ക് അത് പറഞ്ഞല്ലോ മിസ് ആളുടെ മുമ്പ് തന്നെ നമ്മളെ ഇൻസൾട്ട് ചെയ്തല്ലോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ല അവർക്ക് ഉണ്ടാവുക. അവർക്ക് നല്ലൊരു സന്തോഷം തന്നെയാണ് ഉണ്ടാകുക അല്ലെ. അങ്ങനെ ഇങ്ങനെ ഈ രീതിയിൽ നല്ല ഈ കോഴ്സ് കംപ്ലീറ്റ്ലി നല്ല എന്താ വെച്ചാൽ 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അവരെന്താവും ഒരു എക്സ്പേർട്ട് അഡ്വൈസർ ആയിട്ട് മാറും അല്ലെ. നോ ഡൗട്ട് ഷുവേർലി ദേ വിൽ ബി എ അഡ്വൈസർ അല്ലെ. ഇന്ന മയ്യ റബ്ബി സയഹദി ഇന്ന മയ്യ റബ്ബി സയൻസുറിനില്ലേ, എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ട്, റബ്ബ് എന്നെ സഹായിക്കും അല്ലെ. മയ്യ റബ്ബി സയഹദി എനിക്ക് സന്മാർഗം കാട്ടിത്തരും അല്ലെ. ലാ ഹൗഫും വലാഹും യഹ്സനൂൻ, അവർ ഭയപ്പെടേണ്ടതില്ല പേടിക്കേണ്ടതില്ല, അള്ളാഹു കൂടെയുണ്ട് അല്ലെ. അൽഹംദുലില്ലാ ബാറക്കല്ലാഹ്. അതായത് നമുക്ക് എപ്പോഴും ദുആ ചെയ്യുന്ന ഒരു ഏറ്റവും നല്ലൊരു പ്രാർത്ഥനയാണ്. ഇന്നലെ റഹ്മത്ത് പറഞ്ഞ പോലെ റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്ത ദുരിയത്തി റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇങ്ങനെ കണ്ട ദുആകളൊക്കെ നമുക്ക് ഈ ഒരു അവസരത്തിൽ ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദുആകളൊക്കെ സ്വീകരിക്കട്ടെ അല്ലെ. അല്ലാഹുമ്മ ജഅൽ ഖബറനാ റൗളത്തം മിൻ റിയാളിൽ ജന്ന വലാ തജഅൽഹു ഖുഫറത്തം മിൻ ഹുഫരിന്നാരി. അല്ലാഹുവേ ഞങ്ങളുടെ ഖബറിനെ സ്വർഗത്തിലെ തോട്ടങ്ങളിലെ ഒരു തോട്ടമാക്കണമേ റബ്ബേ. അതിലെ നരകക്കുഴിയിൽ നിന്ന് ഞങ്ങളെ കുഴിയാക്കരുതേ റബ്ബേ. അതായത് ഇങ്ങനെയുള്ള മക്കൾ വലുതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ, ഒരു പിശുക്കനായ പിതാവിന്റെ കഥ പറയാൻ സമയമുണ്ടോ? 1:22 അല്ലേ. അതായത് പിതാവ് ഭയങ്കര പിശുക്കനായിരുന്നു. അദ്ദേഹം ഖബറിൽ ഭയങ്കര ലെവൽ ഇങ്ങനെ കൂടി പോണല്ലോ. അപ്പൊ അള്ളാഹുവിനോട് ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, ഞാനൊന്നും ചെയ്യാറില്ലല്ലോ, ഞാൻ പിശുക്കനാണല്ലോ, കുട്ടികളെ അടിച്ചാണല്ലോ വളർത്തി, എന്നിട്ട് അത് നിങ്ങളെ നല്ലതായ കുട്ടികൾ ചെയ്യുന്ന അമലുകളുടെ പ്രതിഫലമാണ് നിങ്ങൾ ഇങ്ങനെ ഹയർ ദർജകളിൽ എത്തുന്ന, ഹയർ ദർജകളിലേക്ക് ഇങ്ങനെ കയറി പോവാന്ന് ഖബറും തന്നെ. പിന്നെ വേറൊരു മനുഷ്യൻ ഇതുപോലെ ചോദിക്കുന്നുണ്ട്, ഞാൻ ഒരാൾക്കും 5 പൈസ കൊടുക്കാറില്ലല്ലോ, ഞാൻ ധർമ്മം ചെയ്തിട്ടില്ല, പിന്നെ എനിക്ക് എങ്ങനെയാ സ്വർഗം കിട്ടുക? അപ്പൊ അവർക്ക് സ്വർഗം കിട്ടാൻ കാരണമായത് എന്താ? അവരുടെ മക്കളെ പ്രവൃത്തികളാണ്. മക്കള് ഹയർ ലെവലിൽ ഭയങ്കരമായിട്ട് അമൽ സ്വാലിഹാത്തുകളൊക്കെ ചെയ്ത് ഇവിടെ ചാരിറ്റി ഒക്കെ ചെയ്ത് ഭയങ്കര നല്ല മക്കളായതുകൊണ്ട് മക്കളെ എല്ലാ ബെനിഫിറ്റ്സും മാതാപിതാക്കൾക്കും കൂടെ അർഹിക്കപ്പെടുന്നു. കാരണം അവരാണല്ലോ ഇവരെ കോലത്തിലാക്കുന്നത് അല്ലെ. ഒരു മാതാവും പിതാവും ഇല്ലാണ്ട് ഒരു കുട്ടി ജനിക്കുന്നില്ലല്ലോ. അവരുടെ അധ്വാനവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും വേർപ്പുമാണ് ആ കുട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കളുടെ ഒരു ടച്ച്, ഒരു കയ്യൊപ്പുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങളെ കുട്ടി ഒരു ദായിയായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് പറ്റിയിട്ടില്ലെങ്കിൽ പറ്റിയിട്ടില്ല എന്നൊന്നും വിചാരിക്കരുത്. ഇതിനോടൊപ്പം തന്നെ ലേഡീസ് ബാച്ചും മൂവ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ആവാം. കുട്ടിക്ക് വേറെ, കുട്ടികളത് വേറെ, ലേഡീസിന് വേറെ, കമ്പൾസറി വേറെയാണ്. അത് ഒന്നിച്ചാക്കാൻ പറ്റേയില്ല. അതുകൊണ്ട് അവരെ സമയം തന്നെ വേറെ ആയിരിക്കും. അവർക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സമയം ചോദിച്ചാൽ ആ സമയത്തായിരിക്കും വെക്കുക അല്ലെ. അപ്പൊ ഈ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആഫ്റ്റർ മാരേജ് ഉണ്ടല്ലേ, തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഹസ്ബൻഡിനെ കുറ്റം പറയുക, ഹസ്ബൻഡിന്റെ വീട്ടുകാരെ ഹസ്ബൻഡ് സൈഡിലുള്ളവരെ കുറ്റം പറയുക, അവരങ്ങനെ ഇവരിങ്ങനെ, ആ പണിക്ക് എടുത്തൂടാ ഈ പണിക്ക് എടുത്തൂടാ, അവിടുത്തെ പത്തിരി നന്നൂല ചോറ് നന്നൂല, അങ്ങനെ പല കുറ്റങ്ങളും പറഞ്ഞ് ഡിവോഴ്സിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് അതിനും കൂടെ ഉള്ള ഒരു ക്ലാസ് ഇതിന്റെ ഇടക്കൊക്കെ കുറച്ച് സമയം നമ്മുടെ പ്രാക്ടിക്കൽ സെഷൻ ഉണ്ടാകും, കുറച്ച് തിയറിക്കൽ സെഷൻ ഉണ്ടാകും. ആ സമയത്തൊക്കെ ഇങ്ങനത്തെ ഓരോ സബ്ജക്റ്റ് ഒക്കെ കുത്തിക്കയറ്റി അവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ അങ്ങനെ അവരെ മോൾഡ് ചെയ്ത് എടുക്കണം. ഈവൻ നമ്മുടെ ആരോഗ്യം മുതൽ, സൗന്ദര്യം മുതൽ, ഭർത്താക്കന്മാരായിട്ടുള്ള പെരുമാറ്റങ്ങൾ മുതൽ, ദീനീ ചിട്ട മുതൽ, ദുആ മുതൽ, കഥകൾ, അങ്ങനെ ഒരുപാട്. ഇത് 12 സെഷൻ ഉണ്ടെങ്കിലും ഒരു 120 സെഷന്റെ ഒരു എഫക്റ്റ് ഇതിനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ വർത്താനത്തിൽ അല്ലെ. എൻ്റെ അമ്മ എപ്പോഴും പറയും അല്ലെ, അതായത് മുംതസ് വലുതായാലാണ് എനിക്ക് ധൈര്യം വന്നത്. ഒരുപാട് അബദ്ധങ്ങൾ ഉമ്മ പണ്ട് ചെയ്തിരുന്നല്ലേ. ആർക്കല്ലോ എന്തൊക്കെയോ ചെയ്യും നോക്കൂ, എന്നിട്ട് ഉമ്മനെ ചീത്ത അറിയും, ഉമ്മനെ കരയിപ്പിക്കും, അതൊക്കെ ഉമ്മ സഹിച്ച് നിന്നു. പക്ഷെ ഞാനൊരുവിധം ഒരു 10-12 വയസ്സായത് മുതൽ ഞാനായിരുന്നു ഉമ്മന്റെ അഡ്വൈസറി ബോർഡിൽ അംഗം അല്ലെ. ഞാൻ പറയുന്നത് കേട്ടപ്പോ ഉമ്മ പറയും, ഇവള് വലുതായാലാണ് എനിക്കൊരു സമാധാനം കിട്ടി, ഇവള് വലുതായാലാണ് എനിക്കൊരു ഇതായത്, ആരോട് എങ്ങനെ നിൽക്കണമെന്ന് ഇവളാ എന്നെ പഠിപ്പിച്ചതെന്നറിയും. അപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് സിവിലിയൻസിനെ കണ്ടുകൂടാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ല. ഞാൻ എന്റെ കാര്യം അങ്ങനെ ആവൂല. ഇത് കഴിഞ്ഞ് ഇറങ്ങുന്നതോടുകൂടി സിവിലിയൻസിനെ കൺട്രോൾ ചെയ്യാനും വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കാനും ഒക്കെ. ഇനിയിപ്പോ ഈവൻ നിങ്ങൾക്ക് ഈ കോഴ്സിൽ പങ്കെടുക്കാനും പറ്റിയ
കുട്ടികൾ ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് അയച്ചു കൊടുത്തിട്ടെങ്കിലും ഈ ഗൾഫിലുള്ളവർക്കൊക്കെ ജോയിൻ ആവാം, നോ പ്രോബ്ലം. പിന്നെ അപ്പോൾ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിന് ഭാഗവാക്കാകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബില്ലാഹി തൗഫീഖ്. ഇതൊരു തുടക്കം മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ കാരുണ്യം കൊണ്ട് ഇതൊരു വെച്ചാൽ നമ്മുടെ ഭാവി തലമുറയെ നമ്മളെപ്പോഴും, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ടെൻഷനായി കുത്തിയിരിക്കുന്ന ഈ ഒരു വിഷയത്തിൽ നമുക്കൊരു മനസമാധാനം കിട്ടുമാറാകട്ടെ. ഏറ്റവും നല്ല അല്ലെ മക്കളായിട്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഒരു കുട്ടി നന്നായി കഴിഞ്ഞാൽ ആ കുട്ടി കാരണം എത്ര ആളും നന്നാവും നിങ്ങൾ മനസ്സിലാക്കണ്ടേ. അവളും അവളെ ഭർത്താവും കുടുംബവും അല്ലെ, അവളെ കുട്ടികളിൽ എന്ത് ദൂഷ്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാനും ലെവലാക്കാനുള്ള വിവരം അവളെ കയ്യിൽ ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ മാത്രവുമല്ല, പിന്നെ അവള് പോകുന്ന കോളേജിലെ ആംബിയൻസ്, പിന്നെ ഓഫീസിലെ സിറ്റുവേഷൻ, ഓഫീസിലെ സറൗണ്ടിങ്സ്, അവിടെയൊക്കെ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതായത് അവളുടെ ഒരു നന്മയുടെ പ്രകാശം ഇങ്ങനെ പ്രസരിച്ചു കൊണ്ടേയിരിക്കും. ഒരു ചെറിയ ഉദാഹരണം പറയാം. ആയിഷ പിന്നെ ജോലി കിട്ടി, പിന്നെ നമ്മുടെ എന്താ പറയാ കോയമ്പത്തൂർ നിന്നിരുന്നു കുറച്ചു കാലം. അപ്പൊ ആയിഷന്റെ മോളെ എന്റെ കൂടെ ആയിരുന്നു താമസം. അപ്പൊ ഇവര് പിന്നെ ലേഡീസ് ടൂറ് പോകാൻ പ്ലാൻ ഇടും. കല്യാണം കഴിക്കാത്ത കുട്ടികളായിരുന്നു കേട്ടോ, 28 വയസ്സായ പെൺകുട്ടികളൊക്കെ. അപ്പൊ ടൂർ പോകാന്ന് വെച്ചാൽ ഹിന്ദു നോൺ മുസ്ലിംസ് ആണെങ്കിൽ പോലും അവരുടെ പാരന്റ്സ് ഒന്നും വിടൂല. അപ്പം പറയാം ആയിഷ ഉണ്ട്. ഇപ്പൊ ആയിഷ നല്ല മഫ്തയൊക്കെ ഇട്ട് വളരെ അതവിലും നല്ല അച്ചടക്കത്തിലൊക്കെ ആയിഷ ഉണ്ട്. ആയിഷന്റെ ഉമ്മ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഡബിളൊക്കെ പോലെ അറിയാം. എന്നാ പോയിക്കോന്ന്. അങ്ങനെ നമ്മൾ പോയി താമസിക്കുകയൊക്കെ ചെയ്തു. കൊടൈക്കനാലൊക്കെ ഞാൻ ആ കുട്ടികളെപ്പര ടീനേജേഴ്സിന്റെ കൂടാണ് പോയി ടൂർ അടിച്ചു വന്നിട്ടുള്ളത്. അപ്പൊ ആ പ്രായത്തിൽ ആയിഷന്റെ മോളെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകും. അപ്പൊ ഒരിക്കലും ലോക്കൽ ഗാർഡിയൻ സെക്യൂരിറ്റി ആയിട്ട് ഞാനാണ് പോകാറ് അല്ലെ. അപ്പൊ അതുപോലെ നമ്മളെ കുട്ടികള് വെച്ചാല് സമൂഹത്തിന് വ്യക്തിപരമായിട്ട് വീട്ടിലും നന്നാവും, അവരെ ഹസ്ബൻഡ് വൈഫ് ഫാമിലി ലൈഫും നന്നാവും, ഹസ്ബൻഡിന്റെ വീട്ടിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ ദൂഷ്യങ്ങൾ ഉണ്ടെങ്കിൽ എടുത്തോ പിടിച്ചോ പറഞ്ഞോ എന്നല്ലാത്ത രീതിയിൽ ഒരു മയമുള്ള രീതിയിൽ അവർക്ക് ഒരു കോൺഫിഡന്റ് ആയിട്ട്, അതായത് അവരോട് എങ്ങനെ പെരുമാറണോ എന്നുള്ളതിന്റെ ഒരു അവസാന വാക്ക്, പെരുമാറ്റത്തിന്റെ ചട്ടങ്ങൾ നമ്മുടെ സ്കൂളിന്റെ പിന്നെ അജണ്ടകളിൽ എല്ലാം സാമൂഹ്യം, സയൻസ്, ഫിസിക്സ് അത് ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ബിഹേവിയർ തെറാപ്പി അല്ലെ, ബിഹേവിയർ ക്വാളിറ്റി അത് പഠിപ്പിക്കുന്നില്ല അല്ലെ, കൗൺസിലിംഗ് അത് പഠിപ്പിക്കുന്നില്ല. അതൊക്കെയാണ് വലിയ ഘടകങ്ങൾ. അപ്പൊ അതൊക്കെ ഈ ഒരു കോഴ്സിൽ വരുന്നത് കൊണ്ട് കുട്ടിക്ക് നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം. അൽഹംദുലില്ലാഹ് വബില്ലാഹി തൗഫീഖ്. നിങ്ങളെ വീട്ടിൽ ഇങ്ങനത്തെ പ്രായമുള്ള കുട്ടികളോ ലേഡീസോ ഇല്ലെങ്കിൽ വേറെ പുറത്തുള്ളവർക്കും ഇത് പിന്നെ ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ ജോയിൻ ആക്കാൻ. വളരെ ഫ്യൂ സീറ്റ്സ് ആണ് അവൈലബിൾ ഉള്ളത്. ഒന്നാമത് പിന്നെ സ്റ്റുഡൻസ് ബാച്ച് ഉള്ളത് കൊണ്ട് തന്നെ ലേഡീസ് ബാച്ചിലെ എണ്ണം കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പിന്നെ ആവാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ് വബില്ലാഹി തൗഫീഖ്. പരമശക്തനായ അള്ളാഹു നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരട്ടെ. ഈ കോഴ്സിലൂടെ നമ്മുടെ കുട്ടികൾക്കെല്ലാം നല്ല ഒരു ഭാവി കണ്ടെത്തുവാനും അവര് ജീവിക്കുന്ന ഇടം, അതായത് ഒരു പിന്നെ ചീഞ്ഞ ആപ്പിൾ കൊണ്ടുപോയി വെച്ചാൽ ആ ആപ്പിളിന്റെ അടുത്തുള്ള ആപ്പിളൊക്കെ കേടാവും അറിയാം. അതുപോലെ തന്നെ ഒരു നല്ല കുട്ടികൾ എത്തുന്നിടത്തിലൊക്കെ ആ പരിസരത്തുള്ളവരെയും കൂടെ അവർക്ക് നന്നാക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്താണ് ഈ കോഴ്സ് എന്നത്. കേവലം ഇതൊരു സ്പീക്കിംഗ് കോഴ്സ് അല്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ ഉള്ളടക്കം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം ഏതൊരു പാരന്റ് ആണ് ഇങ്ങനെ ഒരു കുട്ടികളെ ആഗ്രഹിക്കാത്തത് അല്ലെ. നമ്മളെല്ലാവരും നമ്മുടെ വിലപ്പെട്ട സമയം ചെലവഴിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓടി നടക്കുകയാണ്. പക്ഷെ അത്തരം ഒരു സമൂഹത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മൾ ഇസ്ലാമിക് അറ്റ്മോസ്ഫിയറിൽ നമ്മളെ കുട്ടികളെ എങ്ങനെ വാർത്തെടുക്കാം, അത് വെറും ഒരു സ്പീക്കിംഗ് കോഴ്സ് എന്ന പേരിൽ നമ്മൾ കൊടുക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. മുദാസ് ഈ പറഞ്ഞ കാര്യങ്ങൾ ലൈഫിൽ ടോട്ടലി ആ കുട്ടിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കൊടുത്തുകൊണ്ട് ഒരു കുട്ടിനെങ്കിലും നമുക്ക് ആ രീതിയിലേക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അതിന്റെ തൗഫീക്ക് വളരെയേറെ ആയിരിക്കും അല്ലെ. നമുക്ക് പറയാൻ പറ്റില്ല അത്രയും നമുക്ക് ഒരു കുട്ടിയെങ്കിലും നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെ. അൽഹംദുലില്ലാ. ആ രീതിയിൽ അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. ഇനി ഇതിൽ നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ശബനത്തെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. الصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അൽഹംദുലില്ലാ. ആദ്യം തന്നെ ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഞാൻ സർവശക്തനായ അള്ളാഹുവിനോട് നന്ദി പറയുന്നു. അൽഹംദുലില്ലാ. ഒരിക്കലും വിചാരിക്കാത്ത ഒരു അവസരമാണ് ഇന്ന് എന്നെ മുന്തസ്ത തന്നിട്ടുള്ളത്.
അൽഹംദുലില്ലാ, എന്നെ എല്ലാവർക്കും പരിചയം ഉണ്ടാവും. എൻ്റെ പേര് ഷബ്ന. എന്നെ ഇവിടെ താങ്ക്സ് ബോർഡ് സ്പീച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ക്ഷണിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ, കഴിഞ്ഞ ബാച്ചിലെ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സ് കോഴ്സിലെ ഒരു സ്റ്റുഡൻറ്റും കൂടിയാണ്. അതിലെ ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് അൽഹംദുലില്ലാ എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, വീണ്ടും വീണ്ടും അള്ളാഹുവിനോട് നന്ദി പറയുന്നു. ആദ്യം തന്നെ ഇങ്ങനെ ഒരു അവസരം തന്ന മുന്തസ് മാമിനും എൻ്റെ ഹൃദയത്തിൽ തട്ടി ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു. പിന്നെ എൻ്റെ സുഹൃത്തായ ഷിഹാനക്കും, എൻ്റെ സുമയ്യാക്കും, പിന്നെ നമ്മുടെ കഴിഞ്ഞ ബാച്ചിലെ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സ് കോഴ്സിലെ ഒരുപാട് സഹോദരിമാർ ഇന്ന് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയത്തിൽ തട്ടി നമ്മുടെ ഈ കോഴ്സിന്റെ രീതിയിൽ ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ സ്റ്റുഡൻസ് ബാച്ചിന്റെ ലോഞ്ചുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മിഷ്കാത്ത് ഗ്രൂപ്പിലെ എല്ലാ സഹോദരിമാർക്കും, നമുക്കറിയാം 2:30 ഓരോ ക്ലാസ് കേൾക്കാൻ വേണ്ടി, ഓരോ ടീച്ചറെ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണ്. ഇന്ന് നമ്മുടെ ഈ ലോഞ്ചിന് വേണ്ടി നിങ്ങൾ അത്രയും ആവേശത്തോടെ വന്നിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കോഴ്സിന്റെയും മുന്തസ്സാന്റെ പേരിലും ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു. അൽഹംദുലില്ലാ. പിന്നെ നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യ അതിഥി എന്ന് പറയാനുള്ളത് നമ്മുടെ മുന്തസ്സ മാം തന്നെയാണ്. മുന്തസ് മാമിന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും എൻ്റെതായ രീതിയിൽ ഞാനൊന്ന് എൻ്റെ മുന്തസ് മാമിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അൽഹംദുലില്ലാ. കാരണം ഒരുപാട് പുതിയ പുതിയ അറിവുകൾ ആളുകളിലേക്ക് എത്തിക്കാനുള്ള അവരുടെ പരിശ്രമം എന്ന് പറയുന്നത് ഏറെ പ്രശംസനീയമായ കാര്യങ്ങളാണ്, പറയാതെ വയ്യ. കാരണം ഇന്ന് നമ്മൾ ലോഞ്ച് ചെയ്യപ്പെട്ട ഈ പുതിയ കോഴ്സ് സ്റ്റുഡൻസിന് വേണ്ടിയാണ്. നമുക്കറിയാം നമ്മുടെ മക്കളെ കുറിച്ച് ഇന്ന് നമുക്ക് ഒരുപാട് പേടിയാണ് അല്ലെ. നമ്മൾ ദീനീ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അവരെ മദ്രസയിലേക്ക് അയക്കുന്നുണ്ട്, ടീൻസിന് വേറെ പ്രത്യേക ക്ലാസ് കൊടുക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ പാരന്റ്സിനും നമ്മുടെ ഓരോ അല്ലെ ഫാമിലിയിലെ ഓരോ ആൾക്കാർക്കും ഇന്നത്തെ കാലത്തെ മക്കളെ കുറിച്ച് പേടിയാണ്. പക്ഷെ ഇന്ന് നമ്മുടെ ഈ മുന്തസ് മാമിന്റെ ക്ലാസ്സിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ഈ ക്ലാസ്സെല്ലാം കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വെറും ഒരു ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സിന്റെ രീതിയിലേക്കല്ല നമ്മുടെ ഈ കോഴ്സ് എത്തിക്കുന്നത്. അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് മാറ്റം വരുത്താനുള്ള അദബ്, നമ്മുടെ ഇസ്ലാമിക് രീതിയിലുള്ള ആ ഒരു അദബും കാര്യങ്ങളും, അള്ളാഹുവിനെ കുറിച്ച് അറിയാനും മറ്റുള്ളവർക്ക് റെസ്പെക്ട് കൊടുക്കാനും ഫാമിലിയിൽ റെസ്പെക്ട് ചെയ്യാൻ എല്ലാ വിധത്തിലുമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് അവർക്ക് മാത്രം വേണ്ടിയിട്ടല്ല, അവരിലേക്ക് അവരുടെ കഴിവ് സ്കില്ല് കണ്ടെത്തി അവർക്ക് ഇങ്ങനെ പറയാനുള്ള കഴിവുണ്ട്, എനിക്ക് അള്ളാഹിനെ അറിയാനുള്ള കഴിവുണ്ട്, ഞാൻ ഇതെന്തേ മനസ്സിലാക്കാതെ പോയി എന്നുള്ള ആ ഒരു മാനസികമായിട്ടുള്ള ആ ഒരു വിജ്ഞാനം, അറിവ് അവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഈ കോഴ്സ് എന്ന് പറയുന്നത്. അതിലൂടെ അവർക്ക് തോന്നും എനിക്കും എൻ്റെ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ക്ലാസ്സും കൂടി ആയിരിക്കും. തീർച്ചയായും ഇത് നിങ്ങളുടെ മക്കൾക്ക് നഷ്ടമായിട്ട് വരില്ല, എന്തായാലും നല്ലൊരു കോഴ്സ് തന്നെ ആയിരിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മുടെ ഈ സ്റ്റുഡൻസ് ബാച്ചിന്റെ കോഴ്സിന്റെ ഇത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ശ്രമിച്ച നമ്മുടെ ഗ്രൂപ്പിന്റെ ടീമംഗങ്ങൾക്കും ഈ കോഴ്സിന്റെ ഉദ്ഘാടന വേദിയായിട്ട് നമ്മുടെ മിഷ്കാത്ത് വേദി നമുക്ക് ഒരുക്കി തന്ന നമ്മുടെ ഹസീന ടീച്ചർ, നമ്മുടെ റഷീദത്ത, നസീറത്ത, ഈ മിഷ്കാത്തിന്റെ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട എല്ലാരെയും ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു. പിന്നെ ഇതിനെ കുറിച്ചിട്ട് എനിക്ക് 2 വാക്ക് സംസാരിക്കാം. നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും നമ്മുടെ സ്റ്റുഡൻസിനെ ചേർത്താൻ വേണ്ടി അവരുടെ പാരന്റ്സ് ഇവിടെ ഉള്ളത് കൊണ്ടും ഈ കോഴ്സിനെ കുറിച്ച് 2 വാക്ക് എൻ്റെ അനുഭവങ്ങളിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് മികച്ച പ്രഭാഷകനായുള്ള നിങ്ങളുടെ സ്വപ്നത്തിലുള്ള ആദ്യ ചുവടുവെപ്പായിരിക്കും ഇത്. ഒരു ആളിലേക്ക് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ അവരിലേക്ക് കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കണം എന്നുള്ള ആദ്യ ചുവടുവെപ്പായിരിക്കും ഇത്. വെറും ഒരു ഇത് കോഴ്സായിട്ട് നിങ്ങൾ കാണരുത്, മറിച്ച് നിങ്ങളുടെ ശബ്ദം ലോകം കേൾക്കുന്ന ഒരു പുതിയ തുടക്കമായിട്ടാണ് ഇത് കാണേണ്ടത്. ഭയമില്ലാതെ ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ ആശയങ്ങളെ സ്വാധീന ശക്തിയോടെ അവതരിപ്പിക്കാനുള്ള ഞങ്ങൾ നിങ്ങളെ പ്രാപ്തരാക്കുന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ കോഴ്സിന്റെ ഓണറും ഡയറക്ടറും മുന്താസ്ത എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടുമുട്ടുന്ന പ്രൊഫഷണലുകളും വിദ്യാർത്ഥികളും എല്ലാവരും എന്താണ് ഇവിടെ പരസ്പരം പഠിക്കാനും വളരാനുള്ള അവസരമായിട്ടാണ് ഇവിടെ ഈ ഒരു ഗ്രൂപ്പിനെ കാണുന്നത്. കാരണം ഇവിടെ ഈ കോഴ്സിൽ വെറും സ്റ്റുഡൻസ് ആയിട്ടോ, ഇപ്പൊ നമ്മൾ തന്നെ കഴിഞ്ഞ ബാച്ചിൽ പല ആൾക്കാരുണ്ടാവും, ഹൗസ് വൈഫ് ആയിട്ടുള്ളവരുണ്ടായിരുന്നു, വീട്ടു ജോലി വർക്ക് ചെയ്യുന്നവരുണ്ട്, ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്. പക്ഷെ എല്ലാവരും അവരുടെ ജോലിയോ അവിടെ കരിയറോ ഒന്നും അവിടെ എല്ലാം ഉണ്ട്. എല്ലാവരും ഒന്നിച്ച് അവർക്ക് പല കുറവുകളുള്ള ആളുകൾക്കാരുണ്ട്. പക്ഷെ എല്ലാവരും ആ ഒരു ഗ്രൂപ്പിൽ ആ ഒരു ഫാമിലി ആയിട്ട് നല്ല ഒന്നിച്ചിട്ടുള്ള ഇതുപോലെ മുന്തസ്ത നമുക്ക് വിഷയങ്ങൾ തരുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് അവിടെ പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞ് അതിലേക്ക് എല്ലാവർക്കും ഒരു എനർജിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ മക്കൾക്കും അവിടെ ഉണ്ടാവുന്നത്. കാരണം ഓരോ ആളെ കഴിവ് മനസ്സിലാക്കി അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കും എന്തുകൊണ്ട് ചെയ്യാൻ പറ്റൂല എന്നുള്ള ഒരു പോസിറ്റീവ് എനർജി അവരെല്ലാം എന്തായാലും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. പിന്നെ
ചെറുതായി നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിൽ ചെറുതായി തോന്നുന്ന ഓരോ നല്ല പ്രവൃത്തിയും, ഇപ്പൊ എനിക്ക് ഞാനൊരു ചെറിയ നല്ലൊരു കാര്യം ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി ആർക്കെങ്കിലും അവരുടെ ജീവിതത്തിൽ മാറ്റം വരാനുള്ള ഒരു സാഹചര്യം ഒരുന്നുണ്ടെങ്കിൽ അത് നമുക്കത് പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ മടിയായിരിക്കും. പക്ഷെ അത് ഈ കോഴ്സിലൂടെ എന്താണ്, നമുക്കത് മാറ്റം വരുത്താൻ പറ്റും. അതിനാണ് നമ്മുടെ മുന്തസ് മാം ഇങ്ങനെയുള്ള ഒരു കോഴ്സും കാര്യങ്ങളൊക്കെ. എക്സ്ക്യൂസ് മീ ഷബിന, നിങ്ങൾക്ക് എന്തെല്ലാം മാറ്റം വരുന്നതെന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുത്തോളൂ. ഇൻഷാ അല്ലാഹ് പറയാം. അൽഹംദുലില്ലാ, എന്നിലുള്ള മാറ്റം എന്ന് പറയണേ, എനിക്ക് ഇപ്പൊ മുന്തസ് ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത കാര്യമായിരുന്നു എന്നിലുള്ള വോയിസ്. പിന്നെ എനിക്ക് മുന്നേ എന്ന് പറയുന്നത് വാട്സപ്പ് വോയിസ് പോലെ എന്നെ പരിചയമുള്ളവർക്ക് ഈ ഗ്രൂപ്പിലുള്ളവർക്ക് കുറെ പേർക്ക് എന്നെ അറിയാം. അവർക്കറിയാം വാട്സപ്പ് വോയിസ് പോലും അയച്ച് ഡിലീറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള കോഴ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തതിലൂടെ ഇന്ന് എനിക്ക് മുന്തസ് തന്നത്, മുന്തസ്താന്റെ ബുക്കിനെ പരിചയപ്പെടുത്താനുള്ള ആ ഒരു വോയിസ് യൂട്യൂബിലേക്ക് എത്താന്ന് പറഞ്ഞത് സുബ്ഹാനല്ലാഹ് എന്നെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഒരു മാറ്റമായിട്ട് അതന്നെ എനിക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്കൊരു പേടിയില്ലാതെ എന്തിനു നമ്മൾ പേടിക്കുന്ന എന്ന് നമ്മൾ ആ പേടി ഫുള്ളായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ആളുകൾ എന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, നമ്മൾ അത് ചെയ്താൽ ശരിയാവോ എന്നുള്ള തോന്നല് നമുക്ക് പൂർണ്ണമായിട്ടും ഈ കോഴ്സ് ചെയ്താൽ എന്തായാലും മാറ്റം കിട്ടും. പിന്നെ നാളെ നമുക്കത് വളരണം, നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആ ഒരു പോസിറ്റീവ് എനർജി എന്തായാലും കിട്ടും. പിന്നെ നമുക്കുള്ള അവസരങ്ങൾ എന്ത് വന്നാലും നമുക്ക് ഈ കോഴ്സ് കഴിഞ്ഞത് ഇതിൽ നമ്മൾ വിചാരിക്കും ഇത്രയും ഫീസ് കൊടുത്ത് പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനാണ്. പക്ഷെ എല്ലാം നിങ്ങളുടെ സ്കില്ല് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഫീസിന് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളെ അവസരങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതിനെ ഏൺ ചെയ്യാൻ പറ്റും എന്തായാലും. അപ്പൊ ഒരിക്കലും എന്താണ് ഇത് നഷ്ടാവൂല. ഇപ്പം തന്നെ എനിക്ക് മാഷാഅല്ലാഹ് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. മുന്നത്തെ ഞാനാണെങ്കിൽ എനിക്ക് പേടിയായിരിക്കും, അല്ല ഇതെങ്ങനെ ചെയ്യാ, ഇതെങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കുക, അതെനിക്ക് പറ്റുമോ. ഇപ്പം തന്നെ മുന്തസ്ത ആദ്യമായിട്ടാണ് ഞാൻ താങ്ക്സ് ഓഫ് വോട്ട് സ്പീച്ച് പറയുന്നത്. അപ്പൊ എങ്ങനെ മുന്നത്തെ ഞാനാണെങ്കിൽ ഒരിക്കലും എനിക്ക് പറയാൻ പറ്റുന്നില്ല. അൽഹംദുലില്ലാ, പറയാൻ വാക്കുകളില്ല. കാരണം നമ്മൾ പറയുമ്പോൾ നമ്മൾ ആ പഠിച്ചതിലൂടെ അനുഭവങ്ങളിലൂടെ നമുക്ക് ഒരുപാട് വാക്കുകളും അനുഭവങ്ങളും വന്ന് നമുക്ക് പറയാനുള്ള ആ ഒരു പേടിയൊക്കെ മാറി നമ്മളിലേക്ക് വരും, ഉറപ്പാണ്. അപ്പൊ നിങ്ങളെ മക്കൾക്കും ഇത് ഉപകാരപ്പെടുന്ന ഒരു കോഴ്സ് ആയിരിക്കും. എല്ലാവരും ഇത് നിങ്ങളെ മക്കളിലേക്കും നിങ്ങളും പഠിക്കാൻ പഠിക്കുക, മറ്റുള്ളവരിലേക്ക് ദയവ് എത്തിക്കാന്നുള്ള ഒരൊറ്റ നീയത്താണ് നമ്മുടെ മുന്തസ് മാമിന്റെ ആ ഒരു ലക്ഷ്യം. അതിലേക്ക് എല്ലാവരും വരിക. നമ്മുടെ ഈ ഗ്രൂപ്പിനെയും ഈ കോഴ്സിനെയും എല്ലാത്തിലും വിജയം നിങ്ങൾ തരുക ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മളെ ഈ ഇൻഫ്ലുവൻഷ്യൽസ് കോഴ്സിന്റെ എങ്ങനെ ഇൻഫ്ലുവൻഷ്യൽസ് ആകാന്നുള്ള ഒരു ചോദ്യത്തിൽ നല്ലത് ചെയ്യാന്നുള്ളത്, ചെറിയ നല്ല പ്രവൃത്തികൾ പോലും നമുക്ക് മാറ്റം കൊണ്ടുവരും. നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മൾ എന്ത് ചെറിയ കാര്യം അത് നല്ലതാണെങ്കിൽ നമ്മളെ ജീവിതത്തിൽ എന്തായാലും അത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നുക ഇവൾക്ക് ചേഞ്ചസ് വന്നോ, ഇവൾ ഇങ്ങനെ മാറിയോ. അപ്പോഴാണ് മറ്റുള്ളവർക്കും തോന്നുക എനിക്കും ഇതുപോലെ ആവണം എന്നുള്ളത്. അപ്പൊ നമ്മളെ ജീവിതത്തിൽ ആദ്യം നല്ല കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. പിന്നെ ഓരോ തവണയും വിജയിക്കണമെന്നില്ല. നമുക്കെപ്പോൾ നമ്മൾ പരാജയം ഇനി ഇത് ചെയ്തിട്ട് ഞാൻ പരാജയപ്പെട്ടോ അങ്ങനെ തോന്നരുത്. വീണ്ടും വീണ്ടും നമ്മൾ എന്താന്ന് പരിശ്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മുന്നേറുക ഇൻഷാ അല്ലാഹ്. വീണ്ടും ഞാൻ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ ചെറിയ ദിവസം ഞാൻ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅവാനാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.